വേദപുസ്തകം തുറക്കാം. बाइबल हम खोलेंगे 2 രാജാക്കന്മാർ 4-ാം അധ്യായം. दूसरे राजा की पुस्तक 4था अध्याय. ഹല്ലേലൂയ. എലീശ പ്രവാചകൻ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി താമസിച്ചു. एलिशा भविष्यवक्ता एक विधवा के घर में जाके ठहरता है. വല്ലപ്പോഴും ഒക്കെ അവിടെ അതുവഴി പോകുമ്പോൾ അവിടെ കയറി ചെന്നതാ. പലപ്പോഴായിട്ട് ചെന്നപ്പോൾ അവിടെ കയറി ചെന്നതാണ്. बीच बीच में उस जगह से जब जाता था स्त्री के घर जाता था. ആ സ്ത്രീ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു എന്തുവാന്നറിയാം? उस स्त्री ने एलीशा भविष्यवक्ता के बारे में इस प्रकार गवाही दी. ഇയാൾ ഒരു ദൈവപുരുഷനാണെന്നാ എൻ്റെ വിചാരം. मेरे मन में ऐसी एक सोच है कि वो एक परमेश्वर का दास है. परमेश्वर का दास लोग सुने. परमेश्वर के दास लोग ध्यान से सुने. ദൈവത്തിന്റെ വേല ചെയ്യുന്ന സഹോദരിമാർ കേട്ടാട്ടെ. परमेश्वर का सेवकाई करने वाली बहनें सुने. നിങ്ങളെ പറ്റിയുള്ള സാക്ഷ്യം ഇതായിരിക്കണം. आपके बारे में यही गवाही गांव वाले देना चाहिए. അയാൾ ഒരു ദൈവപുരുഷനാണ്. वो एक परमेश्वर का दास है. നിങ്ങളെ പറ്റി ഒരു നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. आपके बारे में आपके शहर में एक अच्छी गवाही होनी चाहिए. ഞാൻ ഒരിക്കൽ എൻ്റെ കൂടെയുള്ള ഒരു പാസ്റ്ററെ കാണാൻ പോയി. एक दिन मैं अपने साथ कार्य कर रहे एक पास्टर से मिलने गया. ഞാൻ പുതുതായിട്ട് അയച്ചതാണ്. मैंने उन्हें नई रीति से भेजा था. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഒന്ന് കണ്ടു കളയാം. मैंने सोचा कि इस व्यक्ति को जाके मैं मिलूं. ഞാൻ ചെന്ന് ബസ് ഇറങ്ങി. मैं बस में उतरा. അവിടുന്ന് അങ്ങോട്ട് നടന്ന് ചെന്ന് ഒരു കടയിൽ കയറി ചോദിച്ചു. और वहां से निकलकर एक दुकान में जाके पूछा. ഇവിടെ ഇങ്ങനെ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടല്ലോ. मैंने पूछा कि यीशु के बारे में प्रचार कर रहा है ऐसा एक व्यक्ति आया है. എവിടെയാ അദ്ദേഹത്തിന്റെ വീട്? उनका घर कहाँ पे है? അയാൾ എൻ്റെ ചോദിച്ചു നിങ്ങൾ ആരാ? हाँ, तो उस दुकानदार ने मुझे देखकर कहा आप कौन है? ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ സീനിയറാണ്. मैंने कहा कि मैं उस व्यक्ति का सीनियर हूँ. അയാൾ ഓടി വന്ന് എൻ്റെ കൈ കയറി അങ്ങ് പിടിച്ചു. वो दौड़ के आया और उन्हें मेरे हाथ पकड़ लिया. വിടത്തില്ല, 750 രൂപ അയാൾ തരാനോട് തന്നിട്ടേ വിടത്തുള്ളൂ. അയാൾ അങ്ങ് ഓടിപ്പോയി. 750 रुपए का कर्जा करके वो गया है. जब तक नहीं देगा आपको नहीं छोड़ूंगा मैं. നിങ്ങൾ എവിടെങ്കിലും കൊടുക്കാനുണ്ടോ കടയിൽ? क्या किसी दुकान में आपको पैसे देने के हैं? ഏതെങ്കിലും പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ? क्या किसी भी स्त्री से आपने गलत रीति से किया है? ആർക്കെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? क्या आपने किसी का चुराया है? ആരുടെയെങ്കിലും കല്യാണം മുടക്കിയിട്ടുണ്ടോ? आपने क्या किसी का विवाह तोड़ा है? നിങ്ങൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാക്കിയെടുക്കണം. आप अपने विषय में एक अच्छी गवाही होनी चाहिए. ഇതുവരെ അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ अगर आपके जीवन में अब तक कोई गलती हो गई है, ദൈവത്തോട് ക്ഷമ ചോദിക്കണം. आप परमेश्वर से क्षमा पूछना. ആകെ से नहीं करेगा. ഇന്ന് തൊട്ട് എൻ്റെ സാക്ഷ്യം തിളക്കമുള്ളത്. आज के बाद मेरे जीवन में ऐसी बात नहीं होगी. एक नया शुरुआत. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ പോയി അവിടെ ചെല്ലുമായിരുന്നു. എലീശ അവിടെ ചെല്ലുമായിരുന്നു. और एलीशा बीच बीच में उस स्त्री के घर में जाता था. അവിടെ ഒരു കുഞ്ഞുണ്ടായി. उनको एक बच्चा हुआ ആ കുഞ്ഞ് മരിച്ചുപോയി. और उसके बाद उस बच्चे की मृत्यु हो गई. കുഞ്ഞ് മരിച്ചപ്പോൾ ചെന്നും വെച്ച് ആ സ്ത്രീ ചെന്നിട്ട് പറഞ്ഞു. और जब उस बच्चे की मृत्यु हुई तो इस स्त्री ने एलीशा से कहा. 16ാമത്തെ വാക്യത്തിലാ പറഞ്ഞ ആദ്യം. 16वें वचन में पहली बार कहा. 4:16. 4 का 16. അടുത്ത വർഷം ഇതേ മാസത്തിൽ നീ ഒരു കുഞ്ഞിനെ അണച്ചോളൂ. उसमें लिखा है कि वसंत ऋतु के दिन पूरे होने पर तू एक बेटा छाती से लगाएगी. അന്നേരം പറഞ്ഞു അയ്യോ എൻ്റെ കള്ളം പറയല്ലേ എന്ന് പറഞ്ഞു. और तब उस स्त्री ने कहा हे मेरे प्रभु परमेश्वर के भक्त ऐसा नहीं है, अपनी दासी को धोखा ना दो. പറഞ്ഞു കേട്ടോ, നിങ്ങൾ കള്ളം പറയരുതെന്ന്. हाँ, उसका मतलब आप झूठ नहीं बोलना. നിങ്ങൾ പറഞ്ഞു കേട്ടോ കള്ളം പറയരുതെന്ന്. उस स्त्री ने कहा आप झूठ नहीं बोलना. ചിലർ കള്ളം പറയത്തില്ല. कुछ लोग झूठ नहीं बोलते. നമ്മുടെ നാട്ടിൽ ഇവിടെ കോന്നിയിൽ ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഒരു വാഴക്കൊലയുണ്ടായിരുന്നു. कोनी में एक व्यक्ति को केले का एक पेड़ था. അത് വിൽക്കാനായിട്ട് പോവാ. केला बेचने के लिए जा रहा था. അപ്പോൾ ഒരു 300 രൂപ കിട്ടണമെന്നൊരു വിചാരം. और उसके मन में ऐसा आया कि केला बेचने पर मुझे 300 रुपए मिलना चाहिए. അതുകൊണ്ട് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം കൊലയെടുത്ത് തലേ വെച്ചു. उसने वो केले को अपने सर पे रखा और वो बेचने निकला. എന്നിട്ട് ഭാര്യയെ വിളിച്ചു. उसने अपनी पत्नी को बुलाया. എടി നീ എനിക്കിതിനൊരു വില പറയണം. तुम बताओ इसकी मेरे को कितनी कीमत मिलेगी. ഞാൻ ഇതിലെ കൂടെ പോകുമ്പോൾ നിങ്ങൾ വിളിക്കണം വാഴക്കൊല എന്ന് വിളിക്കണം. और जब मैं यहाँ से जाऊँ तो तुम जोर से കേല കാ കുച്ച. हाँ केले का गुच्छा. അന്നേരം ഞാൻ വരും. तब मैं आऊँगा. എന്താ വിലയാണ്? और मैं पूछूंगा कितना रुपया है. ഞാൻ പറയാം 500 രൂപ വേണം. और मैं कहूँगा 500 रुपए चाहिए. നീ പറയണം 350 രൂപ തരാം. तुम कहोगे 350 रुपए देना. ഞാൻ അങ്ങ് പോകും. और मैं चला जाऊँगा. ഇയാൾ അങ്ങ് പോയി. और वो चला गया. അങ്ങോട്ട് ചെന്നപ്പോഴാ ഒരു ചായക്കടക്കാരൻ കണ്ടു. और तब एक चाय के दुकानदार को देखा. വാഴക്കൊല. उसने कहा कि केले का गुच्छा. ഇയാൾ പെന്തിക്കോസുകാരനാ. ये पेंतिकोस विश्वासी है, കള്ളം പറയത്തില്ല. झूठ नहीं बोलता. വാഴക്കൊല. उसने कहा केले का गुच्छा. എന്താ കാര്യം?
എന്താ കാര്യം? क्यों उसने इतना इलेबोरेट किया? വാഴക്കൊല വിൽക്കാനാന്നോ? उसने पूछा कि केले का പിന്നെ गुच्छा बेचने के വിൽക്കാനല്ലെങ്കിൽ लिए। ഇതിലെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുവോ? हाँ, तो उसने बोला कि बेचना था ना, नहीं तो ये लेके क्यों चलूंगा। എത്ര കായുണ്ട്? कितने केले हैं അതിന്റെ എണ്ണം പറഞ്ഞു. उसका नंबर गिन के എത്ര बताया। രൂപ വേണം? कितने रुपए चाहिए? 500 രൂപ വേണം. उसने कहा 500 रुपए चाहिए। അത് കൂടുതലാ. उसने कहा बहुत ज्यादा है। ഒരു 200 രൂപ തരാം. उसने कहा 200 रुपए दूंगा। എടോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ 300 രൂപ അറിഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. ഇനിയാണോ തനിക്ക് തരുന്നേ? जब मैं घर से निकला तो एक व्यक्ति ने मुझसे कहा 350 रुपए दूंगा, तब मैंने उसे मना कर दिया, तो फिर मैं तुम्हें क्यों 200 को दूंगा। കള്ളം പറയാത്ത वो ബന്ധുക്കൂസിയാണ്. झूठ नहीं बोलता था, वो पेंटिकॉस्टल ചിലപ്പോൾ ഈ സഭയിലെ അംഗമായിരിക്കും. शायद इस कलीसिया का। അപ്പുറത്തെ സഭയിലെ ആളുകൾ വളച്ചു കെട്ടി ഒരു കള്ളമൊക്കെ പറയും. हमारी कलीसिया में झूठ नहीं बोलते, शायद पड़ोस की कलीसिया में बोलते हो। വളച്ചു കെട്ടിയും പറയരുത്, നേരെയും പറയരുത്, നിങ്ങൾ കള്ളം പറയരുത്. हाँ, झूठ बोलने की अनुमति नहीं है। പ്രവചിക്കുന്നവരും സൂക്ഷിക്കണം. भविष्यवाणी बोलने वाले ध्यान रहे। പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ ആലോചന പറയുകയാണ്. वो कहते हैं प्रार्थना करने के बाद परमेश्वर की वाणी मेरे से। ഞാൻ ഒരിക്കൽ സിംഗപ്പൂരിൽ, എൻ്റെ ആദ്യത്തെ സിംഗപ്പൂർ യാത്ര, मैं पहली बार जब सिंगापुर ആദ്യത്തെ गया, വിദേശ യാത്ര, पहली बार विदेश यात्रा किया। ഞാൻ താമസിക്കുന്ന വീട്ടിലെ അവർക്ക് അവിടുത്തെ കൊച്ചന് അമേരിക്കയിലേക്ക് ഒരു ക്ഷണം കിട്ടി. और जिस घर में मैं ठहरा हुआ था, वहाँ के बेटे को अमेरिका जाने का एक न्योता मिला। അവർക്ക് വിടാൻ മനസ്സില്ല. उनको बेटे को नहीं छोड़ना वहाँ, കൊച്ചന് പോകണമെന്നൊരാഗ്രഹം. लेकिन बेटे को जाने की इच्छा। ഞാൻ പ്രാർത്ഥിച്ചു. मैंने प्रार्थना की। എൻ്റെ ഹൃദയത്തിനകത്തൊരു പ്രേരണയുണ്ടായി. मेरे हृदय के अंदर एक विचार आया, ഈ കൊച്ചനെ വിടണം. इस बेटे को भेजना है। ഞാൻ പ്രവചിച്ചങ്ങ് പറഞ്ഞു. मैंने भविष्यवाणी करके बोला, യോസഫിനെ അയക്കുന്ന പോലെ അവനെ അയക്കുകയാണ്. यूसुफ को जैसा भेजा गया उसी प्रकार इस बेटे അവന്റെ को भेजा गया। കുടുംബത്തിന് നന്മയാണ്. वाह, इससे आपके परिवार को समृद्धि मिलेगी। അപ്പൻ പാസ്റ്ററാണ്. उसका पापा पास्टर है, വളരെ തുച്ഛമായ വരുമാനത്തിൽ അന്ന് ജീവിക്കുകയാണ്. उनके पास पैसे नहीं है। ആ കൊച്ച്, ഞാൻ പറഞ്ഞത് ഈ അപ്പനും അമ്മയും അങ്ങ് വിശ്വസിച്ചു. और जो मैंने कहा वो माता और पिता ने विश्वास किया। ഈ കൊച്ചിന് ടിക്കറ്റ് എങ്ങാണ്ട് നിന്നൊക്കെ രൂപ ഉണ്ടാക്കി കൊടുത്തു. बहुत सारे लोगों से पैसा इकट्ठा करके इसको टिकट खरीद दिया। ആ കൊച്ചൻ പറന്നുപോയി. और वो बेटा विमान में चढ़ के चला ആ गया। വിമാനം തിരിച്ചു വന്നപ്പോൾ ആ കൊച്ചനെ ഇങ്ങ് തിരിച്ചു വിട്ടു. और जब वो विमान वापस आया तो लड़का उसमें वापस आ गया। ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. मैंने जो बोला गलत हुआ। എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. मैं नहीं जानता उस समय मेरे को क्यों ऐसा ഞാൻ लगा। അവരെ ചതിച്ചതല്ല. मैंने उनको धोखा नहीं दिया। ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞു. मैंने पूरे मन से ये बात कही थी, പക്ഷെ അത് തെറ്റിപ്പോയി. लेकिन गलत हो गया। ആ കൊച്ചൻ 2-3 പ്രാവശ്യം പാൻ നോക്കി. 2-3 बार उसने जाने की कोशिश की, ഇന്ന് വരെ ആ വീട്ടുകാർ ഈ കഥ ആരോടും പറഞ്ഞിട്ടില്ല. लेकिन किसी ने, उनके घर वालों ने ये कहानी किसी को नहीं बताई। ചിലപ്പോൾ അവർ ചെങ്ങന്നൂരുകാരായിരിക്കും. हो सकता है वो चेंगनूर के लोग हैं। ഞങ്ങളുടെ നാട്ടുകാരാണെങ്കിൽ ഉടനെ തന്നെ ഫേസ്ബുക്കിലിട്ടേനെ. अगर हमारे गांव के लोग होते तो उसी समय फेसबुक में डाल देते। ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. 83 കാര്യമാണ്. 40 വർഷമായി ഇതുവരെ പറഞ്ഞിട്ടില്ല. 1983 की बात है। इतने साल बीतने के बावजूद भी उन्होंने किसी से इस बात की जिक्र नहीं किया। എനിക്കൊരു അബദ്ധം പറ്റി. मेरे मुंह से एक गलत बात निकल गई। എഴുതിയെടുക്കാം. ഒരു കൊട്ടേഷൻ പറയാൻ പോവാണ്. एक कथन मैं बोलने जा रहा हूँ, आप उसे लिख लीजिए। കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്നാ എൻ്റെ വിചാരം. मेरे को लगता है पिछले बार जब मैं आया था मैंने ये कथन कहा था। അബദ്ധം പറ്റുന്നതല്ല അബദ്ധം, അബദ്ധത്തിൽ നിന്ന് പഠിക്കാത്തതാണ് യഥാർത്ഥ അബദ്ധം. अगर आपसे एक गलती हो गई है वो नहीं है गलती, लेकिन उस गलती से अगर आप नहीं सीख रहे हैं तो वो है सबसे गलत बात। വഹി ഹേ സഹി ഗൽത്തി. वो ही है सही गलती। ഇത് യഹൂദന്മാരുടെ ഒരു പഴഞ്ചൊല്ലാണ്. ये യഹൂദൻ, യഹൂദന്മാർ. यहूदी लोगों के बीच में ये कथन है। അപ്പൊ ഞാൻ പഠിച്ചു. मैं सीख गया। ഇനി ഞാൻ പ്രവചിക്കുകയാണെങ്കിൽ अगर मैं अब भविष्यवाणी करूंगा तो ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടേ പറയത്തുള്ളൂ. मैं बहुत बार सोच कर ही बोलूंगा। പ്രവചിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കാനൊന്നും സമയം കിട്ടത്തില്ല. सच बताएं तो भविष्यवाणी करते हैं तो सोचने का समय नहीं मिलता है। പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനുശേഷം ഇന്ന് വരെ ഒരു പ്രവചനവും തെറ്റിയിട്ടില്ല. लेकिन अगर मेरी सोच ठीक है तो उसके बाद कभी भी मेरी एक भविष्यवाणी भी गलत नहीं हुई है। അവൾ പറഞ്ഞു കള്ളം പറയരുത്. उस शूनेम स्त्री ने कहा कि आप मुझसे झूठ नहीं बोले, പറഞ്ഞതുപോലെ തന്നെ ഒരു കൊച്ചുണ്ടായി. लेकिन जैसे भविष्यवक्ता ने कहा था उसी प्रकार उसे एक बेटा हुआ। 18ാമത്തെ വാക്യം 18वां वचन ശ്രദ്ധിച്ചു കേൾക്കണം. ध्यान से सुने। ആ കുഞ്ഞ് വളർന്നപ്പോൾ and when the child was grown it fell on a day that he went out to his father to the reapers. जब लड़का बड़ा हो गया तब एक दिन वह अपने पिता के पास लेवने वालों के निकट निकल गया। കൊച്ചു പിള്ളേർക്ക് എവിടെ പോകണമെന്ന് ആഗ്രഹം? छोटे बच्चों की हमेशा इच्छा क्या होती है? അപ്പൻ്റെ കൂടെ പോകണമെന്ന്.
पापा के साथ जाने की। പക്ഷെ അപ്പൻ എങ്ങനുണ്ട്? लेकिन बाप कैसा है? വേദപുസ്തകം വായിക്കത്തേ ഇല്ല. हाँ, वो बाइबल तो पढ़ता ही नहीं है, വല്ലപ്പോഴും ഒക്കെ ഒരു കള്ളം പറയും. बीच बीच में एक दो झूठ बोलता है പിന്നെ ഇച്ചിരി ബിയറൊക്കെ കുടിക്കുമായിരിക്കും. और बीच बीच में थोड़ा सा शराब पीता है। ഇത് 21ാമത്തെ സെഞ്ചുറി അല്ലയോ? 21st സെഞ്ചുറി അല്ലയോ? हाँ, ये तो 21वां सेंचुरी शताब्दी है। നിങ്ങളുടെ പുറകെ നടക്കത്തക്ക വിധത്തിലായി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പുറകെ നടക്കത്തക്കവണ്ണമായിരിക്കണം നിന്റെ നടപ്പ്. आप जिस प्रकार चलोगे, आपके बच्चे आपका अनुकरण करेंगे। जो आपने किया वो लोग भी वही करेंगे। നിന്റെ മാതൃക നല്ലതായിരിക്കണം. आपका जो उदाहरण है वो अच्छा होना चाहिए उनके നിന്റെ सामने। സംസാരം നല്ലതായിരിക്കണം. आपका जो बोलचाल है वो अच्छा होना चाहिए। നിന്റെ ഫോൺ നിന്റെ മോൻ്റെയിൽ ഒരാഴ്ച കൊടുക്കാനുള്ള തൻ്റെ ഇടം വേണം. हाँ, तुम्हारा फोन अपने बेटे को देने का, 1 हफ्ते तक देने का आपको क्या धैर्य है? നിന്റെ ഫോൺ നിന്റെ ഭർത്താവിൻ്റെ ഒരാഴ്ച കൊടുക്കാനുള്ള തൻ്റെ ഇടം വേണം. आपका फोन आपके पति के पास 1 हफ्ते देने का आपको धैर्य होना चाहिए। എനിക്ക് തൻ്റെ ഇടമില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ കൊണ്ടു നടക്കുന്നത്. ചുമ്മാ പറഞ്ഞ വെറുതെ പറഞ്ഞ എൻ്റെ ഫോൺ എല്ലാവർക്കും അറിയാം, എൻ്റെ ഓഫീസിലുള്ളവർക്ക് പോലും അറിയാം. मेरा फोन खुला है, कोई भी मेरे ऑफिस में भी वो ले सकता है। वो है बड़ी गलती। മക്കൾക്ക് ആഗ്രഹം അപ്പനെ പോലെ ആവണമെന്നാ. बच्चों की हमेशा इच्छा होती है अपने पिताजी के समान അപ്പൊ बने। എന്റെയും നിന്റെയും നടപ്പ്, आमीन, आमीन। സംസാരം, Yes। ഫോണ്, എന്തൊക്കെ ഉണ്ടോ കൊടുക്കൽ വാങ്ങൽ എല്ലാം നിന്റെ മക്കൾക്കും യാത്ര ചെയ്യാനുള്ളതായിരിക്കണം. आप जो कुछ भी करते हो, आप बातचीत करते हो, आपका फोन, आपका जो लेन देन होता है, वो सब आपके बच्चे आपके पीछे अनुकरण करेंगे। അപ്പോൾ ആ കൊച്ചന് എവിടത്തേക്കാ പോയത്? കൊയ്ത്തുകാരുടെ അടുക്കലേക്കാ പോയത്. और ये बच्चा पिता के साथ लेवने वालों के पास खेत में गया। നിങ്ങളുടെ മക്കളെ കൊയ്ത്തുകാരനാകാൻ പഠിപ്പിക്കണം. आपके बच्चों को कटाई करने वाला बनाना। അത് ബൈബിൾ കോളേജിൽ അയച്ചാൽ പഠിക്കത്തില്ല. वो बाइबल कॉलेज में भेजने से नहीं सीखेंगे। ഇന്നത്തെ ബൈബിൾ കോളേജിൽ അധികവും നല്ല കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. आजकल के बाइबल कॉलेज में ज्यादातर अच्छी बातें नहीं सिखाई जाती। തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറയുക. मैं मजाक नहीं कर रहा हूँ, यथार्थ है। നിങ്ങൾ പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്. आप जो सिखाएंगे आपके बच्चे वही सीखेंगे। എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം ദൈവമൊക്കെ കൊടുത്തിരിക്കുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. हमने अपने बच्चों को एकमात्र संपत्ति जो दी है वो परमेश्वर में विश्वास है। ഈ കൊച്ചന് കൊയ്ത്തുകാരുടെ ഒക്കെ പോണം, അപ്പൻ്റെ പുറകെ പോണമെന്നൊരാഗ്രഹം. और इस बच्चे की इच्छा हुई पिता के साथ खेत में जाए और कटाई का काम करे। കൊച്ചൻ കരയാൻ തുടങ്ങി. और उसी के बीच यकायक वो रोने लगा। 19ാമത്തെ വാക്യം, 19वां वचन, എൻ്റെ തല എൻ്റെ തല. वो कहने लगा, आ मेरा सिर, आ मेरा सिर। ഇന്നത്തെ മക്കൾക്കുള്ള തകരാറ് എവിടെയാണ്? आजकल के बच्चों को कहाँ है समस्या? തലയ്ക്കാ തകരാറ്. उनके सर में है समस्या। പറഞ്ഞാൽ കേൾക്കുമല്ലോ? പറഞ്ഞാൽ എന്തെങ്കിലും കേൾക്കുമോ? वो आप बोलते हैं, सुनते हैं क्या? അവർ ഫോണിനകത്തുനിന്ന് തലയെടുക്കുമോ? क्या वो फोन के अंदर से अपना सर उठाते हैं? എല്ലാവരും ഫേസ്ബുക്കിനകത്താണ്. सब लोग फेसबुक के अंदर। റോഡിൽ കൂടെ നടക്കുമ്പോഴും ഫേസ്ബുക്കിൽ. जब रोड में चल के जाते हैं तब भी फेसबुक। നമ്മൾ റോഡിൽ പോയി നോക്കൂ. എനിക്കുണ്ട് ഫേസ്ബുക്ക്. मेरे पास भी फेसबुक अकाउंट है। ഇതാണ് എൻ്റെ ഫേസ്ബുക്ക്. ये है मेरा फेसबुक, बाइबल है मेरा फेसबुक। നിന്റെ മക്കളെ കൊയ്ത്തുകാരുടെ കൂടെ നടക്കാൻ പഠിപ്പിക്കണം. आपके बच्चों को कटनी करने वालों के साथ चलवाना। ആത്മീകരുടെ കൂടെ നടക്കാൻ പഠിപ്പിക്കണം. आत्मिक व्यक्तियों के साथ चलना सिखाना। മിടുക്കരല്ല, ആത്മീകർ. बुद्धिमान नहीं बल्कि आत्मिक रीति से श्रेष्ठ व्यक्ति। മുമ്പോട്ട് പോവാ. आगे हम जाएंगे। അന്നേരം ഈ അപ്പൻ എന്തോ പറഞ്ഞു? तब उसके पापा ने क्या कहा? ഈ അപ്പൻ ചെങ്ങന്നൂക്കാരനല്ലായിരുന്നു. ये पिता चेंगनूर वाला नहीं था ഈ കൂട്ടായ്മയിലെ ആളല്ലായിരുന്നു. और इस चर्च का भाग ही नहीं था। ഒരു വേലക്കാരനെ വിളിച്ചു. उसने एक नौकर को बुलाया। എടാ, ഈ ചെറുക്കനെ അടുത്ത അമ്മയുടെ ഒക്കെ കൊണ്ടുപോകും. उसने कहा, इसको अपनी माता के पास ले जा। അയ്യോടാ, അപ്പൻ എടുക്കേണ്ടതായിരുന്നു. हाँ, वो पापा को उसको हाथ में उठाना चाहिए था। പൊന്നുമോനെ നമ്മൾ എടുക്കേണ്ടതായിരുന്നു. उनको हाथ में उठाकर कहना था, ओ मेरे बेटे क्या हुआ? നിങ്ങളുടെ മകളുടെ വേദന സമയത്ത് നിങ്ങൾ അടുക്കലിരിക്കണം. आपके बेटे के या बेटी के दर्द के समय आप उनके पास रहना। ചോദിക്കുകയാണ്, मैं पूछना चाहता हूँ, നിങ്ങളുടെ മക്കളുടെ തോളെ കൂടെ കൈയിട്ട മകളുടെ തോളെ കൂടെ കൈയിട്ടാൽ അവർക്ക് പേടി വരുമോ? क्या आप अपने बेटी के हाथ में गर्दन में अगर हाथ डालते हैं, आलिंगन करते हैं, तो क्या वो डरती है? മകളുടെ തോളെ കൂടെ കൈയിട്ടാൽ अपने बेटी के कंधे में हाथ डालो तो क्या उसको डर लगता है? അവർക്ക് പേടി വരുമോ? क्या उसमें एक असुरक्षा आती है? वो डरती है? നിങ്ങളുടെ മകൾ നിങ്ങളെ വിശ്വസിക്കണം. आपकी बेटी आप पे विश्वास कर सके।
നിങ്ങളുടെ മകൻ നിങ്ങളെ വിശ്വസിക്കണം. आपका बेटा आप पर विश्वास कर सके. ബ്ലൈൻഡായിട്ട് കണ്ണ് കാണാതെ ബ്ലാങ്ക് പേപ്പറിനകത്ത് ഒപ്പിട്ട് നിങ്ങളുടെ കൈ തരാനുള്ള ധൈര്യം, വിശ്വാസം അവർക്കുണ്ടാകണം. ब्लैंक पेपर में अपना सिग्नेचर करके देने का धैर्य उनको आपके प्रति होना चाहिए. അപ്പം പറഞ്ഞു ഒരു വേലക്കാരനെ വിളിച്ച് പറഞ്ഞു അമ്മയുടെ ഒക്കെ കൊണ്ടുപോകും. हाँ, तो पिता ने इस बच्चे को रोते देखा तो उसने कहा कि सेवक से कहा माता के पास ले चल. പലരും അങ്ങനെ മോനോ മോളോ നല്ല കാര്യം ചെയ്യാൻ പറയാ എൻ്റെ മോനാ, തെറ്റായി പോയാൽ പറയാം നിന്റെ മോനാ. और हमेशा ऐसा ही होता है घर में. अगर बच्चे अच्छा काम करते हैं तो कहते हैं मेरा बेटा, और अगर कुछ बुरा काम करते हैं तो कहता है ये तुम्हारी संतान. ഇവിടെ അല്ല, ഞാൻ എൻ്റെ നാട്ടിൽ यहाँ की बात नहीं कह रहा हूँ, हमारे गांव में. ആ കൊച്ചിനെ കൊണ്ടുപോയി. और उस बच्चे को ആ കൊച്ചൻ അമ്മയുടെ കയ്യിലിരുന്നങ്ങ് ചത്തു. और वो बच्चा माँ के हाथ में बैठा, वो दोपहर को मर गया. 21-ാമത്തെ വാക്യം. 21वां वचन हम पढ़ेंगे. അമ്മ ആ കൊച്ചനെ എടുത്ത് ആ ഉപദേശിയുടെ കട്ടിലെ കൊണ്ട് കിടത്തി. तब माँ ने क्या किया, उस बेटे को लेकर उस भक्त के खाट पर लेकर लिटा दिया, കതകടച്ചു, निकलकर द्वार बंद कर दिया എന്നിട്ട് വെളിയിൽ പോയി. और वो नीचे उतर गई. അതെന്താ അവിടെ കിടക്കെ കിടത്തിയാല്? क्यों उस बिस्तर पे लिटाया? ഭർത്താവിന്റെ കിടക്കെ കിടത്തിയാൽ എന്താ കുഴപ്പം? क्यों पति के बिस्तर पे नहीं लिटाया? അവക്കൊരു കാര്യം അറിയാമായിരുന്നു. उसको एक बात स्पष्ट थी. എൻ്റെ ഉപദേശിയുടെ കിടക്ക വ്യത്യസ്തമാണ്. हाँ, वो जानती थी कि जिस भक्त पर मैंने विश्वास किया है उसकी खटिया अलग है. അതിനകത്ത് പോലും ദൈവത്തിന്റെ ഒരു ശക്തി വ്യാപരിക്കും. हाँ, उस खटिया में भी परमेश्वर की एक सामर्थ कार्य करती है. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. स्मिथ विगिल्सवर्थ नाम के परमेश्वर के एक दास थे. അദ്ദേഹം ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി. वो एक समय एक जगह प्रचार करने गए. അദ്ദേഹം പ്രസംഗിക്കാൻ പോയപ്പോൾ താമസിക്കാൻ കൊടുത്ത ഒരു വീട്, പഴയ കാലം, അന്ന് ഹോട്ടലൊന്നും അല്ല, ഒരു വീട്ടിൽ താമസിക്കുകയാണ്. उस समय होटल नहीं था, वो एक घर में ठहरे हुए थे. അവിടുത്തെ സ്ത്രീ ഭർത്താവ് ആ ഉപദേശിയെടുക്കൽ പറഞ്ഞു, और वहाँ की जो स्त्री थी उन्होंने स्मिथ विगिल्सवर्थ से ഞാൻ कहा, ഇവിടെ താമസിക്കാൻ വിളിച്ചത് ഒരു കാര്യത്തിനാ. मैंने आपको यहाँ ठहरने के लिए बुलाया, उसका एक എൻ്റെ उद्देश्य है. ഭർത്താവ് ഭയങ്കര കള്ളുകുടിയനാണ്. मेरा पति बहुत ज्यादा शराब पीता है. ദൈവത്തെ വിശ്വാസവും ഇല്ല. उसके अंदर परमेश्वर का कोई विश्वास नहीं है. അയാളുടെ കിടക്കയിലാണ് നിങ്ങൾ കിടക്കുന്നത്. उसके खाट में आप सो रहे हैं. അയക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. उनको नाइट ड्यूटी है. അന്നേരം നിങ്ങൾ അതേ കിടന്നുറങ്ങും. हाँ, तो आप उसमें सो सकते हैं. രാവിലെ നിങ്ങൾ അങ്ങ് പോകും. सुबह आप मीटिंग में चले जाएंगे, അയാൾ ആ കട്ടിലേലാ കിടക്കുന്നത്. वो आकर यहाँ पर सोएंगे. അതേ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവ് और രക്ഷിക്കപ്പെടാൻ. जब आप रात को उस खटिया में सोगे तो आप प्रार्थना करो कि मेरे पति का उद्धार हो. വിഗിൾസ്വർത്ത് സമ്മതിച്ചു. विगिल्सवर्थ मान गए അയാളങ്ങ് അയാൾ ഇന്നും ബെഡ്ഷീറ്റെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. और वो चादर को पकड़ के प्रार्थना करने लगे. 3 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അയാളങ്ങ് പോവാ. 3 दिन के मीटिंग के पश्चात वो चले गए. ഈ സ്ത്രീ അവിടെ നിന്നിട്ട് പറഞ്ഞു, വിഗിൾസ്വർത്തെ, എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ല. वो स्त्री रोकर बोलने लगी, विगिल्सवर्थ मेरा पति तो उद्धार नहीं पाया. വിഗിൾസ്വർത്ത് സൈക്കിൾ നിർത്തി വെച്ച് തിരിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, और विगिल्सवर्थ साइकिल में गए थे, वो साइकिल उन्होंने वहाँ रोकी और मुड़कर उस स्त्री से कहा, ആ ബെഡ്ഷീറ്റ് കഴുകരുത്, वो बेडशीट को मत धोना, അതിനകത്ത് എൻ്റെ വേർപ്പുണ്ട്, उसके अंदर मेरा पसीना है, അതിനകത്ത് എൻ്റെ കണ്ണുനീരുണ്ട്. उसके अंदर मेरे आंसू हैं. അന്ന് രാത്രി, അന്ന് അടുത്ത ദിവസം പകല് ആ മനുഷ്യൻ അതിനകത്ത് കിടക്കുന്ന സമയത്ത് മാനസാന്തരപ്പെട്ടു. अगले दिन जब वो व्यक्ति उसके अंदर सो रहा था, उसके अंदर उद्धार आया. നിന്റെ കാല് വെക്കുന്നിടത്ത് പോലും വലിയൊരു അനുഗ്രഹം अगर ഉണ്ടാകും. आप पाँव जहाँ रखते हो वहाँ पर भी एक अनुग्रह आता है. നിന്നെ തൊടുന്ന ഒരു അനുഗ്രഹം പ്രാപിക്കും. आपको जो स्पर्श करते हैं वो अनुग्रहित होते हैं. അന്ന് ചിലർ വന്ന് വെച്ച് പറയും, പി ജോറിച്ച് എൻ്റെ തലയിലോട്ടൊന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുക. कभी कभी लोग मेरे पास आके कहते हैं और कहते हैं पीजी वर्गीस आप मेरे सर पे हाथ रख के प्रार्थना എൻ്റെ करो. തങ്കക്കുടമേ, ഞാൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് വല്ലതും കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കള്ള് ഷാപ്പിന്റെ വാതിക്ക് പോയി അങ്ങ് പ്രാർത്ഥിക്കത്തില്ല. अगर मेरी प्रार्थना करने के कारण कुछ मिल सकता था तो मैं तो शराब खाने के बाहर जाके प्रार्थना करता. ദൈവത്തിൽ നിന്ന് നീ ഇത് പ്രാപിച്ചെടുക്കണം. आप परमेश्वर से प्राप्त करना. ബൈബിൾ കോളേജുകാർക്ക് തരാൻ സാധ്യമല്ല. बाइबल कॉलेज के लोग आपको नहीं दे सकते. ഓർഡിനേഷൻകാർക്ക് തരാൻ സാധ്യമല്ല. ऑर्डिनेशन प्राप्त किए लोग आपको नहीं दे सकते हैं. ആ ഉപദേശിയുടെ കിടക്കെ കിടത്തി उसको उस व्यक्ति के खाट पे लिटा दिया, കഥ കടച്ചു. दरवाजा बंद कर दिया. എന്തിനാ കഥ കടച്ചത്? उस स्त्री ने दरवाजा क्यों बंद कर दिया? വലിയൊരു സത്യമുണ്ട് അവിടെ. उसके अंदर एक बहुत छिपा हुआ അത് रहस्य. കഴിയുമ്പോഴായിരിക്കും അതിലേക്കൂടെ അപ്പുറത്തെ വീട്ടിലെ ഉപദേശി അതുവഴി വരുന്നു. उसके जाने के बाद शायद बगल के घर का पासवान आएगा. കൊച്ചന്റെ ശവം അവിടെ കിടക്കുന്നു. बच्चे का शव शरीर वहाँ पे है. ആനിക്കുട്ടി, നീ എന്തിനാ ഈ കൊച്ചന്റെ ശവം ഇവിടെ ഇട്ടിരിക്കുന്നേ? हाँ, तो वो पूछेगी कि क्यों बेटे का शव वहाँ पे रखा हुआ है. അത് ഞങ്ങൾ ഉപദേശി വരും പ്രാർത്ഥിക്കും, അന്നേരം എഴുന്നേക്കും. हाँ, वो कहना चाह
अगर वो कहती कि मेरा ये व्यक्ति आएगा और मेरे बच्चे के लिए प्रार्थना करेगा और ഇതൊക്കെ जिएगा, കളിപ്പീരിന്റെ വേലയാ, ഇതൊന്നും നടക്കത്തില്ല. तो पड़ोसिन क्या कहेगी, अरे ये सब तो झूठ है, मरा हुआ बच्चा कभी जीता है क्या? സംശയമുണ്ടാക്കുന്നവർ കാണാതിരിക്കത്തക്കവണ്ണം നിന്റെ അത്ഭുതത്തിന്റെ കഥകൾ അടച്ചിരിക്കണം. जो आपके मन में संदेह पैदा करते हैं उन लोगों से दूर रहना. ഞാൻ ഒരിക്കൽ മാസികയ്ക്കകത്ത് ഒരു എഴുത്തെഴുതി. एक दिन मैंने हमारे मैगजीन के अंदर एक चिट्ठी लिखी. കേരളത്തിലെ ഒരു വലിയ ദൈവദാസൻ പറഞ്ഞു, केरला के एक बहुत बड़े परमेश्वर के दास ने कहा, വടക്കേ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. वो उत्तर भारत में रहते हैं. 10ാം ക്ലാസ് പഠിച്ചവൻ എവിടെ എഴുതാനാ? 10वीं क्लास पढ़े व्यक्ति क्या लिख सकते हैं? അയാളുടെ ഭാര്യ ഒത്തിരി പഠിച്ചതാ, उनकी पत्नी बहुत पढ़ी लिखी है, 12ാം ക്ലാസ് പഠിച്ചതാ. 12वीं क्लास तक पढ़ी है. അന്നത്തെ കാലത്ത് PDC प्री डिग्री. ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്തതാ. और फिर उनकी पत्नी ने टीचर्स ट्रेनिंग भी किया है. അവൾ എഴുതിയിട്ട് ഇയാളുടെ പേര് വെക്കുന്നതാ. पत्नी लेटर लिखती है और ये व्यक्ति अपना नाम वहाँ पे अपने नाम से बेच रहा है. അയാൾ അദ്ദേഹം പറഞ്ഞത് നന്നായി. हाँ, उन्होंने जब ऐसा बोला तो मुझे लगा अच्छा है. എന്റെ ദൈവം ആരാന്നറിയാം? मेरा परमेश्वर कौन है? आप जानते हैं? ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്നവനായ ദൈവം. शत्रुओं के सामने मेरे लिए मेज बिछाने वाला है. 10ാം ക്ലാസ് പട്ടാളം വർഗീസ് എത്ര പുസ്തകം എഴുതിയെന്നറിയാം? क्या आप जानते हैं 10वीं क्लास पास में मैंने कितनी पुस्तकें लिखी हैं? 88 പുസ്തകം എഴുതി. 88 किताबें मैंने लिखी हैं. ഏറ്റവും കൂടുതൽ പുസ്തകം വിൽക്കുന്നത് എൻ്റെ പുസ്തകമാണ്. सबसे ज्यादा किताबें जो बिकती हैं वो मेरी किताबें हैं. എന്താ കാര്യം? उसका कारण क्या है? അദ്ദേഹം അന്ന് പറഞ്ഞതാ കാര്യം. हाँ, उस व्यक्ति ने जब वो बात कही थी, നിന്നെ പറ്റി അപവാദം പറഞ്ഞാൽ, जब आपके बारे में अपमान करने वाले शब्द लोग क्या है, നിന്റെ ആശുപത്രി നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ, നിന്റെ ആശുപത്രി നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ, तुम्हारा हॉस्पिटल नहीं चलेगा, നിന്റെ കട അടച്ചു പോകുമെന്ന് പറഞ്ഞാൽ, तुम्हारी दुकान बंद हो जाएगी, നിങ്ങളുടെ സഭ അധിക നാൾ നടക്കത്തില്ലെന്ന് तुम्हारी പറഞ്ഞാൽ, कलीसिया ज्यादा दिन नहीं चलेगी, സന്തോഷിച്ച് നൃത്തം ചെയ്യണം. आपको बहुत आनंदित होकर नृत्य करना चाहिए. ശത്രുക്കളുടെ മുമ്പാകെ സ്വർഗസ്ഥനായ ദൈവം അവന്റെ പദവിക്കനുസരിച്ച് മേശ ഒരുക്കുന്നവനായ आमीन, ദൈവം. आमीन. शत्रुओं के सामने मेरा स्वर्गस्थ पिता वो मेरे लिए मेरा सर ऊंचा करने वाला है. അപ്പൊ അവിടെ കൊണ്ട് കിടത്തി വെച്ച് കഥവ് അടച്ചു വെച്ച് അവള് ഉപദേശി അന്വേഷിച്ചു പോയി. और उसने बेटे का शरीर वहां पे रखा, दरवाजा बंद किया. ഉപദേശി വീട്ടിൽ വന്നു. हाँ, उसके बाद वो അവള് परमेश्वर का दास घर पे आ गया അവള് വെളിയിൽ ചെന്ന് വെച്ച് ഭർത്താവിന്റെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞു. और वो बाहर जाके अपने पति से एक बात पूछी. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. मैं वो बोलकर अंत कर रहा हूँ. 22ാമത്തെ വാക്യം. 22वां वचन. അവൾ അവിടെ ചെന്നിട്ട് ഭർത്താവിനെ വിളിച്ചു. तब उसने अपने पति को पुकार कर कहा, എന്നിട്ട് പറഞ്ഞു, उसने पुकार के कहा, പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ചു, ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കിലേക്കും പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു. उसने कहा मेरे पास एक सेवक और एक गधी तुरंत भेज दे कि मैं परमेश्वर के भक्त के यहाँ झटपट हो आऊं. അയാളൊരു കാര്യം ചോദിച്ചു. तब उसने उससे पूछा, ഇന്നെന്തിനാ പോകുന്നത്? ദുഃഖ വെള്ളിയാഴ്ചയല്ല, ഞായറാഴ്ചയല്ല, നീ ഇന്നെന്തിനാ പോകുന്നത്? आज तू वहाँ क्यों जा रही है? आज ना गुड फ्राइडे है ना ईस्टर है. അയാൾ ചെങ്ങന്നൂർക്കാരനായിരിക്കണം. हाँ, वो चेंगन्नूर का वासी था. എൻ്റെ നാട്ടുകാരനാണെങ്കിൽ പറഞ്ഞേനെ, मेरा गांव वाला होता तो कहता, ഈ ഇടയ്ക്ക് പാസ്റ്ററെ കാണാൻ കൂടെ കൂടെ പോകുന്നല്ലോ, എന്തുവാ കാര്യം? बीच बीच में पास्टर को देखने मिलने जाती हो, क्या है उसका कारण? ചെങ്ങന്നൂർക്കാർക്ക് ഭാര്യയെ ഭയങ്കര വിശ്വാസമാണ്. हाँ, चेंगन्नूर के लोगों को अपनी पत्नियों पर पूरा पूरा विश्वास है. എനിക്കിനി ആ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്നെങ്ങാണോ ഒരു പെണ്ണിനെ തിരഞ്ഞെടുത്തേനെ. अगर मेरे और बेटे होते तो मैं चेंगन्नूर की एक स्त्री से उसका शादी कराता. ചിലർ പറയും, വർഗീസേ എനിക്കോ അബദ്ധം പറ്റി, നീ എന്തിനാടാ കോഴി ചാടുന്നെന്ന് ചോദിക്കും. कभी कभी लोग कहते हैं मैं तो गड्ढे में गिर गया, तुम भी क्यों गिर रहे हो. ഭാര്യയെ വിശ്വസിക്കണം, पत्नी पर विश्वास होना चाहिए, ഭർത്താവിനെ വിശ്വസിക്കണം. पति पर विश्वास होना चाहिए. ഒരു കാര്യം കൂടെ പറയാം, एक बात और कहना चाहता हूँ. അവർക്ക് വിശ്വാസം വരത്തക്ക വിധത്തിൽ വേണം നിൽക്കുന്നതൊക്കെ. हाँ, अब अगर पति या पत्नी को आप पर विश्वास करना है तो आपका चाल चलन उस प्रकार ही होना चाहिए कि उन्हें शक ना हो. ആനിമോള് ചെന്നിട്ട് ജോണിക്കുട്ടിയോട് ചേർന്ന് നിന്നും വെച്ച് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞു ഭർത്താവിൻ്റെ എന്നെ വിശ്വസിക്കെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. एनिमल जाके पड़ोस की जोनी कुटी के पास चिपक चिपक के खड़ी होगी तो पति को तो शक होगा ही. നിങ്ങളും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇന്ന് വരെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? शादी होकर कितना साल हुआ? 57 വർഷമായി. 56 साल हो गया. ഇന്ന് വരെ ഞാൻ സംശയിച്ചിട്ടില്ല. आज तक मुझे अपनी पत्नी पर कोई शक नहीं हुआ. എൻ്റെ ഗുണം മാത്രമല്ല, वो सिर्फ मेरा अच्छा गुण नहीं है, അവളും എനിക്ക് സംശയിക്കത്തക്കവണ്ണം ഒരു ജോണിക്കുട്ടിയുടെയും കീഴിൽ കയറി നിന്നിട്ടില്ല. मेरी पत्नी किसी जोनी कुटी के घर में इस प्रकार गई ही नहीं है, इसलिए मुझे उससे पे शक नहीं हुआ है.
പക്ഷേ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ മതിയോ? പണ്ടൊരാൾ പറഞ്ഞു എനിക്ക് പറയാനൊക്കാത്തതൊക്കെ അയാൾ പറയാം, അതിനെ കൂടെ കൂടെ അയാളെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. एक व्यक्ति ने पूछा आप इनको क्यों अपने चर्च में लाते हो, तो कहते हैं ऐसी कुछ कुछ बातें हैं जो मैं खुले रीति में आपसे नहीं बोल सकता, इनको बुलाऊंगा तो वो खुले रीति में बोल देंगे. നിങ്ങൾ സ്വതന്ത്രാഴ്ചയൊക്കെ കാര്യമായിട്ട് ഇടണം കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ. आप लोग ऑफरिंग कल का कम मत करना, क्योंकि मैंने ऐसी बातें कही हैं जो आपको पसंद ചേട്ടാ ഇന്ന് ഞായറാഴ്ചയൊന്നും അല്ലല്ലോ, നീ എന്തിനാ പോന്നേ? फिर पति ने कहा आज संडे तो नहीं है, फिर आप क्यों जा അവള് പറഞ്ഞ മറുപടി കേട്ടാട്ടെ. उसने क्या उत्तर दिया हम देखेंगे. വേണ്ടതില്ല എന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. വേണ്ടതില്ല എന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. उसने कहा और उसने कहा കല്യാൺ ഹോഗ. कल्याण होगा. यस. ഇംഗ്ലീഷിനകത്ത് എഴുതിയിരിക്കുന്നത് ഇറ്റ് ഷാൽ ബി വെൽ. यस. ഷീ സ്പോക്ക് പോസിറ്റീവ് വേർഡ്സ്. यस. उसने उस कष्ट के मध्य में भी उसने सकारात्मक वचन बोला, कल्याण होगा. അവള് വിശ്വസിച്ചിട്ടാന്നോ പറഞ്ഞേ? क्या उसने विश्वास करके बोला? ഇല്ല, ചിലപ്പോ ഒത്തെന്ന് വരാം, ഒത്തില്ലെന്ന് വരാം. उसमें शायद बच्चा ठीक हो जाए या शायद ना പക്ഷെ ठीक हो, എന്നിട്ടും അവള് വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. लेकिन फिर भी उसके अंदर संदेह हो भी सकता है, फिर भी उसने विश्वास का पद कहा. നിനക്ക് വിശ്വാസം ഇല്ലാത്തപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. आमीन. जब आपको विश्वास लग भी नहीं रहा तब भी आपके मुंह से विश्वास के शब्द ही निकलने चाहिए. നിന്നെ നോക്കി വിശ്വാസത്തിന്റെ വാക്ക് പറയണം. हाँ, നിന്നെ നോക്കി अपने വിശ്വാസം. आप को देखकर विश्वास के शब्द कहना चाहिए. നിങ്ങളുടെ എല്ലാം വീട്ടിൽ വലിയ കണ്ണാടി ഉണ്ടല്ലോ, ഇല്ലയോ? आपके घर में बड़े बड़े मिरर्स हैं. എന്റെ കൊച്ചുനാളിൽ ഇത്രയുള്ള കണ്ണാടി പോലും ഒരു വീട്ടിലില്ലായിരുന്നു. हमारे जब मैं छोटा था तो घर में एक छोटा सा आईना भी नहीं था. ആരുടെയും വീട്ടിലില്ലായിരുന്നു. किसी के भी घर में नहीं था. ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ വലിയ കണ്ണാടിയാണ്. अभी सबके घर में बड़े बड़े शीशे हैं. അതിന്റെ മുമ്പിൽ നിൽക്കണം. उसके सामने जाके खड़े എന്നിട്ട് होना വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. और विश्वास के शब्द कहने हैं. വർഗീസ് നിനക്ക് 83 വയസ്സായെന്ന് ആരോടും പറയണ്ട കേട്ടോ. हाँ, ऐसा मत कहना कि वर्गीस तुम्हें 83 साल की उम्र हो गई है. കണ്ടാ കൂടിപ്പോയാൽ ഒരു 49 വയസ്സ് തോന്നിയെന്ന് വരാം. कन्नाडी में आईने में देख के कहना 43 साल ही हुआ है. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. विश्वास के साथ कहना. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. विश्वास के शब्दों को कहना है. നിന്റെ സഭയെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ अपनी പറയുക. कलीसिया को देखकर उस पर നിന്റെ विश्वास के വീടിനെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ शब्द, घरों പറയുക. को देखकर विश्वास के शब्द നിന്റെ कहना. കാറിനെ നോക്കി വിശ്വാസത്തിന്റെ अपने വാക്കുകൾ कार പറയുക. को देखकर विश्वास के शब्द कहना. ഈ അമേരിക്കയിലും ഒക്കെ പെന്തിക്കോസുകാരുണ്ട്. अमेरिका में भी पेंटिकोस लोग हैं. ഇവിടുന്ന് പോകുന്ന ഒരു പെന്തിക്കോസ് പാസ്റ്ററും ഈ പെന്തിക്കോസ് സഭയിൽ പോകത്തില്ല കേട്ടോ. कोई भी विश्वासी यहाँ से जो पेंटिकोस वहाँ जाता है उस चर्च में नहीं जाता. അവിടുത്തെ പെന്തിക്കോസുകാരെല്ലാം കഷ്ടവും നഷ്ടവും വിശ്വസിക്കുന്നവർ. वहाँ के पेंटिकोस के चर्चों में कष्ट नष्ट ऐसी बातें सिखाई जाती हैं. അവരിവിടെയും വരത്തില്ല. वो यहाँ भी नहीं आते हैं കാരണം അവർ കഷ്ടവും നഷ്ടവും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ഈ വരാൻ പൈസ ഇല്ല. क्योंकि वो कष्ट और नष्ट के विषय में सिखाते हैं, इसलिए उनके पास विमान में चढ़ने के पैसे नहीं है. ഇവിടെ വരുന്ന പ്രസംഗകരൊക്കെ കാരിസ്മാറ്റിക് പെന്തിക്കോസ്റ്റലുകാരാ. यहाँ जो प्रचार करने आते हैं यहाँ के पेंटिकोस्टल मीटिंग्स में वो कैरिस्मेटिक ഇവിടെ ഉള്ളവർ പോകുന്നതും എല്ലാം പെന്തിക്കോസ്റ്റൽ കാരിസ്മാറ്റിക് സഭകളിലാണ് പോകുന്നത്. और कैरिस्मेटिक पेंटिकोस्टल चर्च के बिलीवर्स वहाँ जाते हैं. ഞാൻ ഇങ്ങനെ ഒരു പെന്തിക്കോസ് സഭയിൽ കയറി ചെന്നു. मैं ऐसे एक पेंटिकोस चर्च में घुस के गया. മെക്സിക്കോയിലാ. वो मेक्सिको में था. ഈ അവരുടെ വീട്ടിലെ പാസ്റ്ററുടെ വീട്ടിലെ വാട എന്തൊരു വാടയായിരുന്നറിയാം. जब मैं उनके घर में गया इतनी बदबू आ रही थी उनके घर में. വൈകിട്ട് ചാപ്പാട് കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴും എൻ്റെ വിചാരം ഏലിയാവിന് ആ വിധവ ചോറ് കൊടുത്തത് അങ്ങാണ്ട് ആ പ്ലേറ്റിലായിരുന്നു തോന്നുന്നു. അത്രയ്ക്ക് പഴയ ഒരു जब പ്ലേറ്റ്. शाम को उन्होंने मुझे खाना खाने के लिए दिया तो उसमें से इतनी बदबू आ रही है, मेरे को ऐसा लग रहा था वो एलिया को बहुत वर्षों पहले उस विधवा ने जो खाना दिया उसका बाकी था शायद. രാവിലെ നേരം വെളുത്തപ്പോൾ ഞായറാഴ്ച രാവിലെ ആയപ്പോൾ എൻ്റെ പാസ്റ്റർ പറഞ്ഞു ഈ കാറിനകത്താണ് നമ്മൾ പോകുന്നത്. जब सुबह हुआ तो पास्टर ने कहा चर्च जाने का समय है, मेरे कार में आप घुस जाइए. ഏത് കാറില്? मैंने कहा कौन सी कार में? മുറ്റത്ത് നിൽക്കുന്ന കാറില്. वो जो आंगन में है वो वाली गाड़ी. ലോകത്തിലെ ഏറ്റവും ചെറിയ കാർ അതായിരുന്നു. वो दुनिया की सबसे छोटी गाड़ी जो मैंने आज तक नहीं देखी है. ഫോക്സ് വാഗൺ ബീറ്റിൽ ഏറ്റവും ചെറിയ കാർ. वोक्सवैगन बीटन. ഞാൻ പറഞ്ഞു ഇതിനകത്തോ? मैंने कहा इसके अंदर. हाँ, उन्होंने कहा यही है मेरी അയാൾ गाड़ी. അതിനകത്ത് 5-6 പിള്ളേരെയും കയറ്റി. वो भी घुस गया और उसके साथ 4-5 बच्चों को भी घुसा दिया. എന്തിനാണെന്നറിയാം? ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പോൾ തള്ളി സ്റ്റാർട്ടാക്കാനാ. वो बच्चों को क्यों घुसाया कि रास्ते में गाड़ी रुक जाएगी, रुकने पर धक्का देने के लिए लोग चाहिए. 2 കഥകേ ഉള്ളതിന്. उस ഞാൻ ചെന്ന് കഥകെ उस कार में 2 ही दरवाजे थे. പിടിച്ചപ്പോൾ എൻ്റെ പറഞ്ഞ് ആ സ്റ്റൂളൂടെ എടുത്തോണ്ട് പോരെന്ന് പറഞ്ഞു.
उस दरवाजे को मैंने खोलने की कोशिश की तो उन्होंने कहा स्टूल लेना, സ്റ്റൂള് स्टूल लेके आना। എന്തിനാ സ്റ്റൂള്? मैंने कहा कार में घुसने के लिए क्यों स्टूल? ഇതിനകത്ത് സീറ്റിൽ ഇരിക്കാൻ സ്റ്റൂൾ ഇട്ടിരിക്കണം. कार के अंदर सीट नहीं है बैठने के लिए, स्टूल ले लेना। ഞാൻ അകത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു കയറെടുത്തോണ്ട് വന്നിട്ട് ഈ കതക് വണ്ടിക്കകത്തോട്ട് അങ്ങ് കെട്ടിയിട്ടു. और वो गाड़ी का डोर बंद नहीं होता है, इसलिए मेरे को बिठाने के बाद उन्हें रस्सी लेकर वो गाड़ी का हैंडल എന്റെ വിചാരം മോശ മരുഭൂമി കൂടെ യാത്ര ചെയ്ത് ആ കാറിനകത്തായിരുന്നു. वो गाड़ी इतनी पुरानी थी कि मुझे लगता है कि मूसा के जमाने में, मूसा रेगिस्तान से इसी गाड़ी में शायद उसने यात्रा की होगी। ഞാൻ ചർച്ചിൽ ചെന്ന് പ്രസംഗിക്കുകയാണ്. अब मैं कलीसिया में प्रचार करने गया। എനിക്ക് ദാരിദ്ര്യത്തോട് പിണക്കമുള്ള മനുഷ്യനാണ്. मुझे गरीबी से बहुत नफरत है, കാരണം ഞാൻ ദാരിദ്ര്യത്തിലാണ് സുവിശേഷ വേല തുടങ്ങിയത്. क्योंकि मैंने जब अपना सुसमाचार का कार्य शुरू किया അതുകൊണ്ട് मैं എനിക്ക് बहुत गरीब था। ദാരിദ്ര്യത്തോട് ഒരു കോപമുണ്ട്, मुझे ഉഗ്രകോപം. दरिद्रता से एक गुस्सा आता है। ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററൊക്കെ പറഞ്ഞു, जब मैं प्रचार कर रहा था मैंने पासवान പാസ്റ്റർ से कहा, എന്നിട്ട് ആ കാറിനെ ചവിട്ടി വെളിയിൽ കളയണം. मैंने कहा पास्टर उस कार को धक्का मार के इस घर से बाहर निकालो, യേശുവിന്റെ നാമത്തിൽ പോവുക. यीशु के नाम से निकल बाहर। വേറൊരു പുതിയ കാർ കയറി വാ. हाँ, और एक नई कार, ब्रांड न्यू कार मेरे घर में आ जाए। അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു, പാസ്റ്റർ പോയി പ്രാർത്ഥിച്ചാട്ടെ. तब इस व्यक्ति ने मुझसे कहा पास्टर जी आप खुद ही इसके लिए प्रार्थना कर दीजिए। ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടും. मैंने कहा मैं प्रार्थना करूंगा तो मुझे मिलेगा, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. तुम प्रार्थना करोगे तो तुम्हें मिलेगी। ഒറീസയിൽ നകുൽ എന്ന് ഈ കഥ ഞാൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു. हाँ, और जब मैं वापस इंडिया में आया उड़ीसा में, मैंने एक व्यक्ति को ये कहानी सुनाई। എനിക്കൊരു പാസ്റ്റർ ഉണ്ട് അവിടെ, ഒരു ആദിവാസി ചെറുക്കനാ. वहाँ एक आदिवासी पास्टर है उड़ीसा में। उड़ीसा सिमलीगुड़ा नकुल को जानता है कोई? उड़ीसा का नकुल जानता है? ഈ നകുൽ എന്ന് പറഞ്ഞ ആദിവാസി ചെറുക്കൻ എൻ്റെ പ്രസംഗം കേട്ടു. उड़ीसा में नकुल नाम का एक आदिवासी बालक था, उसने मेरा वचन सुना। അവൻ്റെ വീട്ടിലൊരു പഴയ ജീപ്പ് ഉണ്ടായിരുന്നു. उसको मैंने अपना अनुभव, मेक्सिको वाला अनुभव सुनाया। उसने वो सुना, उसके पास एक पुराना गाड़ी അവൻ്റെ था। ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ ആ ഭാര്യ അറിയാതെ വെളിയിലിറങ്ങി. हाँ, तो गाड़ी को बाहर निकालने के बाद किया, इसके पास एक पुरानी गाड़ी थी। जब उसकी पत्नी सो गई, वो बाहर धीरे निकला और उस गाड़ी के पास गया। അയാളുടെ ജീപ്പിന്റെ मुंबी ചെന്ന് നിന്നു. वो अपने पुराने जीप के पास गया, ടയറിന് ഒരു 25 തൊടി അങ്ങ് തൊടിച്ചു. उस टायर को एक 25 लात मारे उसने। ഇറങ്ങിപ്പോ, निकल जा, निकल जा, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, पुरानी गाड़ी निकल जा, मुझे नहीं, तुझे क्यों? पसंद नहीं है, ഒരു പുതിയ വണ്ടി വരട്ടെ. और नई गाड़ी आ जाए। ഞാൻ പറഞ്ഞതുപോലെ അവൻ ചെയ്തു. जैसा मैंने कहा उसने ऐसा ही 3 किया। മാസം ചെയ്തു. उसने 3 महीने तक किया। മൂന്നാമത്തെ മാസം ഒരു ഫോൺ കാൾ. तीसरे महीने एक फोन कॉल आता है। വടക്കേ ഇന്ത്യയിലെ ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് ചോദിച്ചു, उत्तर भारत का एक नौजवान जो शादीशुदा नहीं था, उसने बुलाया नकुल को। നകുലെ നിന്റെ വീട്ടിൽ വന്നപ്പോ ഒരു പഴയ ജീപ്പ് അവിടെ കണ്ടു. नकुल, जब मैं तुम्हारे घर पे पिछले बार आया था, एक पुरानी जीप मैंने देखी। ഞാനൊരു പുതിയ ജീപ്പ് തന്നാ വേണോ? मैं तुम्हें एक नया जीप देने जा रहा हूँ। നകുൽ പ്രാർത്ഥിച്ചതുപോലെ പുതിയ ജീപ്പ്. और जैसे नकुल ने विश्वास किया और प्रार्थना किया, उसके पास नई जीप आ गई। നിങ്ങളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. आप भी विश्वास के साथ प्रार्थना कीजिए। എന്തുവാ പറഞ്ഞത്? क्या कहा? അത് കല്യാൺ ഹോഗ, നല്ല കാര്യം, ഇറ്റ് ഈസ് വെൽ, നല്ലത് നടക്കും. इट इज वेल, कल्याण होगा, वो अपने पति से बोलकर जाती है। കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിന്നെ പറ്റി തന്നെ പറയണം. आईने के सामने खड़े होकर अपने आप के बारे में कहना। എനിക്ക് എൻ്റെ ഒരു അമ്മാച്ചൻ്റെ മോളുണ്ടായിരുന്നു. मेरे एक मामा की बेटी थी, അവൻ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, वो मेरे बारे में कहती थी, അച്ചായനെ കണ്ടു കഴിയുമ്പോൾ അച്ചായനെ കാണുന്നതിന് മുമ്പേ അച്ചായൻ്റെ മൂക്കാ കാണുന്നത്, മൂക്ക് ഒത്തിരി വലുതാ. वो मेरे बारे में कहती थी आपको देखने से पहले मैं आपकी नाक को देखती हूँ, आपका नाक बड़ा है। സൂസൻ, മരിച്ചുപോയ സൂസൻ പറഞ്ഞതാ. പറഞ്ഞ അച്ചായൻ്റെ മൂക്ക് വലുതാ. वो कहती थी मेरे को देखिए कि आपका नाक कितना बड़ा है। ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയും, मैं एक दिन आईने के सामने खड़ा होकर कहा, വർഗീസ് നിന്റെ മൂക്ക് വലുതാണെങ്കിലും നീ സുന്ദരനാണ്. हाँ तुम्हारा नाक बड़ा है भले ही, लेकिन तुम सुंदर हो। വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. विश्वास के वचन अपने विषय में कहो। എനിക്ക് 5 അടി 9 ഇഞ്ചേ ഉള്ളായിരുന്നു ഉയരം. मेरा हाइट 5 फीट 9 इंच था। 29ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും हाइटुम वेइटुम एल्लाम नोकी एഴുതി വെച്ചിട്ടാ അവിടെ. 29वें साल में जब मैंने वहाँ पे से इस्तीफा देकर निकला, तो आर्मी में जब घुसते हो तब भी हमारा हाइट मेजर करते हैं, जब नौकरी छोड़ के जाते हो तब भी हमारा हाइट देखते हैं. 29ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഹൈറ്റ് എഴുതി വെച്ച സർട്ടിഫിക്കറ്റ് തരുമ്പോൾ 5 അടി 9 ഇഞ്ച് ഉയരം. हाँ, तो मेरे पुराने सर्टिफिकेट में जब मैंने नौकरी ज्वाइन की थी उसमें लिखा है 5 फीट 9 इंच. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, मेरी एक बहुत बड़ी इच्छा थी, 5 അടി 11 ഇഞ്ച് ഉയരം വേണം.
कहे किसी तरह 5 फीट 11 इंच मेरा हो ഞാൻ जाना चाहिए। തന്നെത്താനെ പറയുമായിരുന്നു. मैं अपने आप से कहता था ഒരു ദിവസം എനിക്ക് 5 അടി 11 ഇഞ്ചാവും. एक दिन मैं 5 फीट 11 इंच का हो जाऊंगा। ഒരു ദിവസം ഞാൻ ടൈലറിന്റെ കൽ പാന്റ് തയ്പ്പിക്കാൻ പോയി. एक दिन मैं एक दर्जी के पास अपना पैंट सिलवाने गया। ടൈലറിന്റെ കൽ ഇങ്ങനെ പറഞ്ഞു, टेलर्स को देख के बोला, ഒരു 2 ഇഞ്ച് കൂടുതൽ ഇട്ടങ്ങ് തയ്ച്ചേ. मैंने उनसे कहा इस बार आप सिलोगे तो 2 इंच बढ़ाकर അവർ सिलना। പറഞ്ഞു അത് വൃത്തികേടായിരിക്കും. उसने कहा कि वो तो खराब लगेगा। ഞാൻ പറഞ്ഞു ഞാൻ മടക്കി വെച്ചോളാൻ 2 ഇഞ്ച് കൂടെ കൂടുതൽ ഇട്ടാ. हाँ मैं उसको मोड़ लूंगा लेकिन अभी आप 2 इंच ज्यादा बढ़ा। പട്ടാളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 5 അടി 9 ഇഞ്ച് വരാം. आ, ആ 5 അടി जब 5 मैं जब मैंने इस्तीफा दिया तो उन्होंने मेरा हाइट मेजर किया 5 फीट 9 इंच। പട്ടാളത്തിൽ നിന്ന് ഇറങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ അനിയൻ എൻ്റെ കൂടെ വന്നു और കാശ്മീരിൽ. 2 साल के बाद मेरा जो भाई था, छोटा भाई, वो मेरे साथ कश्मीर में आया। എൻ്റെ ഒക്കെ ചോദിച്ചു എന്തുകൊണ്ട് അച്ചായൻ്റെ ഉയരം. हाँ एक दिन उसने पूछा कि आपकी हाइट कितना है। ഞാൻ പറഞ്ഞു 5 അടി 9 ഇഞ്ച്. मैंने कहा कि 5 फीट 9 इंच। ഞാൻ പറഞ്ഞു അല്ലേ അവൻ്റെ ഉയരം 5 അടി 9 ഇഞ്ച്, അതിനേക്കാളും അച്ചായന് ഉയരമുണ്ട്. हाँ तो उसने कहा मेरा हाइट तो 5 फीट 9 इंच है, आप तो मुझसे भी लंबे हो। എന്നെ ഭിത്തിയിലോട്ട് അങ്ങ് ചാരി നിർത്തി. उसने मुझे दीवार के साथ सटा के ഒരു लड़का दिया। പുസ്തകം വെച്ചിട്ട് ഒരു വരയിട്ടു. एक किताब लेकर एक लाइन खींच दिया। അളന്നു നോക്കിയപ്പം 5 അടി 10 ഇഞ്ച് വരും. और जब उसने मेरा हाइट देखा, उसको मापा तो 5 फीट 10 इंच। ഓർത്തോ, 29 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വളരുമോ? ഇല്ല, വളരത്തില്ല. മെഡിക്കൽ സയൻസ് പറയുന്നു 29 വയസ്സ് കഴിഞ്ഞാൽ വളരത്തില്ലെന്ന്. मेडिकल साइंस कहता है कि 29वें साल में फिर हमारा हाइट नहीं बढ़ता है। 33 വയസ്സായപ്പോൾ എനിക്ക് 1 ഇഞ്ച് കൂടി. जब 33 साल का हुआ तो मेरा 1 इंच बढ़ गया। ഇനിയും നിങ്ങൾ എന്നെ എന്തെങ്കിലും കണ്ട 1 ഇഞ്ച് കൂടെ നീളം വെച്ചാൽ വിഷമിക്കരുത്, ഞാൻ തന്നെ ആയിരിക്കും. हाँ, हो सकता है कि कुछ समय बाद आप मुझसे मिले तो मेरा 1 इंच और बढ़ जाएगा। ശവപ്പെട്ടി ആരെങ്കിലും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയെങ്കിൽ സൂക്ഷിച്ചുണ്ടാക്കിക്കണം. എൻ്റെ അന്നത്തെ ഉയരം 5 അടി 11 ഇഞ്ചായിരിക്കും. जब मैं मरूंगा और मेरे लिए वो पेटी बनाई जाएगी 5 फीट 11 इंच का बनाना। ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുകയല്ല, मैं आपको हंसा नहीं रहा हूँ, വിശ്വാസത്തിന്റെ വാക്കുകൾ मैं പറയുക. विश्वास के शब्दों को कह रहा हूँ। എൻ്റെ സന്ദേശത്തിൽ നിന്ന് മാറിപ്പോയെന്ന് എനിക്കറിയാം. ഇദ്ദേഹത്തിന്റെ സന്ദേശം ഞാൻ തുടരുകയാണ്. मैं अपने संदेश से थोड़ा सा हट गया हूँ लेकिन मैं इन्हीं का कंटिन्यू करना നിങ്ങളെ चाहता हूँ। നോക്കിക്കൊണ്ട് പറയണം, आप अपने आप को देखकर कहे ഒരു IPS ഓഫീസർ എന്തുകൊണ്ടായിക്കൂടാ? क्यों एक IPS ऑफिसर नहीं बन ഒരു सकता? കളക്ടർ എന്തുകൊണ്ടായിക്കൂടാ? क्यों मैं कलेक्टर नहीं बन सकता? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? क्यों मैं मुख्यमंत्री नहीं बन सकता? എന്തുകൊണ്ട് പ്രസിഡന്റ് ആയിക്കൂടാ? क्यों मैं प्रेसिडेंट नहीं बन सकता? എന്തുകൊണ്ട് ഒരു അംബാനി ആയിക്കൂടാ? क्यों मैं एक अंबानी नहीं बन सकता? എന്തുകൊണ്ട് ഒരു പോൾ യോങ്കിച്ചോ ആയിക്കൂടാ? क्यों मैं एक पॉल योंगिचो नहीं बन सकता? എന്തെങ്കിലും എന്തുകൊണ്ടായിക്കൂടാ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ? क्यों परमेश्वर मेरे साथ होने के बावजूद भी मैं कोई बड़े ओहदे में नहीं आ सकता? എൻ്റെ വീട്ടിൽ ഒരു ദിവസം കുടുംബ പ്രാർത്ഥന നടക്കുകയാണ്. एक दिन हमारे घर में फैमिली प्रेयर चल रहा है। ഞാൻ ഓരോ കുഞ്ഞുങ്ങളുടെയും ചോദിച്ചു. ശനിയാഴ്ച വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ മിഷൻ വീക്കാണ്. सैटरडे शनिवार को हमारे घर में मिशन वीक्स हम सेलिब्रेट करते ആഹാരം കഴിക്കത്തില്ല. हैं। उस दिन हम खाना नहीं खाते ആ പൈസ ഞങ്ങൾ വല്ല അനാഥശാലയിലും കൊടുക്കും. और जो खाने का पैसा है वो हम किसी अनाथालय में देते हैं। ഞാൻ മൂത്ത മോൻ്റെ ഒക്കെ ചോദിച്ചു, നീ വലുതാവുമ്പോൾ നിനക്ക് എന്തോ ആവണം? मैंने अपने बड़े बेटे से बोला तुम बड़े होकर क्या बनना चाहते हो? അവൻ പറഞ്ഞു എനിക്ക് ഡാഡിയെ പോലെ ഒരു പാസ്റ്റർ ആവണം. उसने कहा मुझे डैडी की तरह एक पास्टर बनना है। രണ്ടാമത്തെ മോളൊക്കെ ചോദിച്ചു നിനക്ക് എന്തോ ആയിത്തീരണം? मैंने दूसरी बेटी से कहा तुम्हें क्या बनना है? ആള് പറഞ്ഞു എനിക്കൊരു ഡോക്ടർ ആയിത്തീരണം. उसने कहा मुझे डॉक्टर बनना है। മൂന്നാമത്തെ ബ്ലസന്റെ ഒക്കെ ചോദിച്ചു तीसरा मैंने ब्लेसन से पूछा നിനക്ക് എന്തോ ആയിത്തീരണം? तुम्हें क्या बनना है? അവനൊന്നൊരു 6 വയസ്സ് വേണം. वो उस समय 6 साल का था। അവൻ പറഞ്ഞു എനിക്കൊരു ബാങ്കിലെ അക്കൗണ്ടന്റ് ആവണം. उसने कहा मुझे बैंक का एक अकाउंटेंट बनना है। ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിൽ അക്കൗണ്ടന്റിന്റെ കാര്യവും പറയത്തില്ല, ബാങ്കിലെ കാര്യവും अब പറയത്തില്ല. मेरे को लगा कि ये वाली नौकरी क्यों चाहता है, क्योंकि हमारे बीच घर में बैंक के बारे में, अकाउंटेंट के बारे में कुछ भी आज तक चर्चा नहीं की। ഞാൻ ചോദിച്ചു നിനക്ക് ഈ സ്വപ്നം എവിടുന്ന് കിട്ടി? मैंने पूछा तुम्हें ये सपना आइडिया कहाँ से मिला? ഞാൻ എന്നെ ബാങ്കിൽ കൊണ്ടുപോയില്ലായിരുന്നോ? उन्होंने कहा परसों आप मुझे बैंक पे ले गए थे ना। ഞാൻ കണ്ട എല്ലാരും വന്നിട്ട് രൂപ അക്കൗണ്ടന്റിന്റെ കൊടുക്കുന്നു. मैंने देखा कि सब लोग अकाउंटेंट के पास लाकर पैसा दे रहे हैं, उसके पास खूब पैसा है। ഞാൻ അക്കൗണ്ടന്റ് ആവും, എല്ലാരും രൂപ എനിക്ക് കൊണ്ടുതരും. अगर मैं अकाउंटेंट बन जाऊंगा तो खूब सारा पैसा मेरे पास आएगा। ഞാൻ പറഞ്ഞ അക്കൗണ്ടന്റ് ആകുന്നത് കൊച്ചു സ്വപ്നമാണ്. मैंने कहा अकाउंटेंट बनना एक छोटा सपना है। എൻ്റെ വീട്ടിൽ ഒരു ചെറിയ ബോർഡുണ്ട്. ഒരു ബോർഡ് എഴുതി. हमारे घर में एक छोटा सा बोर्ड है। ഇപ്പൊ അത് ഞാൻ പ്രിന്റ് ഔട്ട് എടുത്ത് ഭിത്തിയെ തൂക്കിയിരിക്കുകയാണ്. अभी मैंने प्रिंट आउट लेकर उसको दीवार पे टांगा है। ഞാൻ അവനെ കാണിച്ചു വെച്ച് പറഞ്ഞു മോനെ ഇതെന്തോ വായിച്ചാട്ടെ. मैंने उसको बोर्ड उठाकर दिखाया और उससे बोला बेटा तुम ये पढ़ो, इसमें क्या लिखा है? പ്ലീസ് ഡു നോട്ട് മേക്ക് എനി ലിറ്റിൽ പ്ലാൻസ് ഹിയർ ബിക്കോസ് ഗോഡ് ഈസ് യുവർ പാർട്ട്ണർ. ദൈവം നിന്റെ പാർട്ട്ണർ ആയതുകൊണ്ട് ഇവിടെ ചെറിയ സ്വപ്നങ്ങളൊന്നും പാടില്ല. क्योंकि परमेश्वर तुम्हारा पार्टनर है, तुम्हारे साथ है, तुम छोटे सपने मत देखो। ഞാൻ പറഞ്ഞു നീ ചെറിയ സ്വപ്നം അക്കൗണ്ടന്റ് എന്നുള്ളതാണ്. अकाउंटेंट
बनना मतलब छोटा सपना है, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം. एक चार्टर्ड अकाउंटेंट बनना। നിങ്ങൾ എപ്പോഴെങ്കിലും അവനെ കണ്ട് ചോദിച്ചാൽ മതി, आप कभी भी उससे मिलोगे अगले बार तो पूछना എങ്ങനെയാണ് ബ്ലസ്സിന് ഇത്രയും വലിയൊരു സ്വപ്നം ഉണ്ടായത്. कैसे ब्लेसन को इतना बड़ा स्वप्न देखा। അവൻ ഇത് തന്നെ പറയും, वो यही कहेगा, അന്ന് ഡാഡി എന്നെ പഠിപ്പിച്ചു, उस दिन डैडी ने मुझे पढ़ाया, നിനക്കൊരു ചെറിയ സ്വപ്നം ഉണ്ടാകരുത്, तुम्हारा एक छोटा सपना है, നിങ്ങൾക്കൊരു ചെറിയ സ്വപ്നം ഉണ്ടാകരുത്. एक छोटा सपना। ദൈവം നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ വലിയൊരു സ്വപ്നം ഉണ്ടായി. अगर परमेश्वर आपका पार्टनर है तो आपको एक बड़ा सपना होना चाहिए। നിങ്ങളുടെ സഭയിൽ എത്ര ആരാധനയുണ്ട് ഒരു ഞായറാഴ്ച? एक हर संडे आपको कितनी आराधनाएं होती है? ഒന്ന്. നാണമില്ലയോ പാസ്റ്ററെ? ശർम की बात है. ക്രിസ്മസ് കഴിയുമ്പോൾ രണ്ടാവണം. आमीन। क्रिसमस के बाद 2 आराधना होगा, 2 सेक्शन। രണ്ടാവാൻ എന്ത് കൊടുക്കണം? 2 होने के लिए क्या करना है? സഭയിലുള്ളവരെന്ന് പറയണം. कलीसिया രണ്ടാവാൻ के എന്ത് लोग കൊടുക്കണം? കുറെ ആളുകൾ തന്നെത്താനെ കയറി വരുമോ? എന്ത് കൊടുക്കണം? പറഞ്ഞ എന്താ മിനി? ഞാൻ ഇച്ചിരി സരളമായിട്ട് പറയട്ടെ. പറഞ്ഞ ശരിയാ, സരളമായിട്ട് പറയാം. നമ്മൾ ആളുകളെ കൊണ്ടുവരണം. कलीसिया में कैसे लोग आएंगे? हमें जाकर उनको लेके आना है। നിങ്ങൾ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞാലും ആളുകൾ വരത്തില്ല. अगर आप कहोगे कि दोपहर को चिकन बिरयानी देंगे तब भी लोग नहीं आएंगे। പോൾ യോങ്കിച്ചോ അടുക്കൽ ഒരു ദിവസം ദൈവം പറഞ്ഞു, एक बार पॉल योंगिचो से परमेश्वर ने कहा, നീ പോയിട്ട് ആത്മാക്കളെ നേടണം. तू जाके आत्माओं को जीतना। ഞാൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. मैंने उनकी जीवनी लिखी है, അദ്ദേഹം അതിനകത്ത് സർട്ടിഫിക്കറ്റ് എഴുതി തന്നിട്ടുണ്ട്. उस जीवनी के उन्होंने मेरे को सर्टिफिकेट ഈ लिख के പി दिया। ജി വർഗീസ് എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാണ്. पीजी वर्गीस ने जो कुछ मेरे बारे में लिखा है पूरा 100% सत्य है। ദൈവം പറഞ്ഞു പോയിട്ട് സുവിശേഷം പറയാൻ. परमेश्वर ने उनसे कहा तू जाके सुसमाचार सुना। അയാൾ അടുത്ത ദിവസം പോയി. वो अगले दिन गया, ഒരു 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 ചറ്റപ്പരെ പോയി. ഒരു एक टेंट के अंदर, एक तंबू के अंदर गया। झोपड़ी में रहते हैं, एक परिवार का उधर गया. एक परिवार जो झोपड़ी में रहता है उनके पास गया। उधर शराबी है. वहाँ शराबी लोग हैं। उसने जाकर दरवाजे पर അവന് ചെന്ന് കഥകിന് കൊട്ടി. उसने जाके दरवाजे पे ഒരു खटखटाया। സ്ത്രീ അവര് കണ്ട പ്രാന്തിയാന്ന് തോന്നുന്നു, തലമുടിയൊക്കെ ഇങ്ങനെ പാർക്കട. एक- എന്താ വന്നേ? एक स्त्री वहां से निकल कर आई और चिल्ला कर कहा तुम यहाँ पे क्यों आए हो? അയാൾ പറഞ്ഞു ഞാൻ ഇവിടെ പുതുതായിട്ട് പ്രവർത്തിക്കാൻ വന്ന പാസ്റ്ററാണ്. हाँ, उन्होंने कहा कि मैं यहाँ पे नया पास्टर हूँ, मैं यहाँ पर आपसे मिलने അതിനെന്തിനാ ഇവിടെ വന്നേ? आया। उसने कहा कि तुम यहाँ पर क्यों आए हो? നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച സ്വർഗത്തിൽ പോകും. हाँ, उसने कहा कि अगर आप यीशु पे विश्वास करोगे तो आप स्वर्ग में जा सकते हो। അവർ പറഞ്ഞു താൻ തൻ്റെ ജോലി നോക്കി, എനിക്ക് സ്വർഗത്തിലൊന്നും പോണ്ട, ഇവിടെ ഇച്ചിരി സമാധാനത്തോടെ ജീവിച്ചാൽ മതി. അവർ കഥ കടച്ചു. हाँ, उन्होंने कहा कि मुझे स्वर्ग वर्ग नहीं जाना है, तुम अपने काम पे जाओ, मुझे यहाँ पे शांति से रहना है। അയാൾ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. वो घर पे गया और प्रार्थना करने लगा। ദൈവമേ, നീ പറഞ്ഞതുപോലെ ഞാൻ പോയിട്ട് അവർ വിശ്വസിക്കുന്നില്ലല്ലോ, ഞാൻ എന്തോ വേണം? हाँ, उसने कहा परमेश्वर आपने मुझे जाने को बोला, मैं गया और जो बोलने को बोला, लेकिन उन्होंने विश्वास नहीं किया, अब मैं क्या करूँ? ദൈവം പറഞ്ഞു നീ സുവിശേഷം പറഞ്ഞില്ല. हाँ, परमेश्वर ने कहा तूने सुसमाचार नहीं सुनाया। അദ്ദേഹം അടുത്ത ദിവസം ചെന്നു, अगले दिन फिर से उसी घर में गया। കഥകിന് കൊട്ടി. वो दरवाजे पे അവർ खटखटाया। വന്ന് കഥ തുറന്നു. उसने दरवाजा खोला। എന്താ ഇന്നും വന്നേ? हाँ, उसने कहा आज फिर से तुम क्यों आए? നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറയാൻ വന്ന. हाँ, मैं इसलिए आया हूँ कि अगर तुम यीशु पे विश्वास नहीं करोगे तुम नरक में जाओगे। അവർ പറഞ്ഞു നരകം എന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം, ഈ വീടിനേക്കാൾ നല്ലതായിരിക്കും അവിടെ. उन्होंने बोला कि अगर नरक नाम की एक जगह है तो मैं वहाँ चली जाऊंगी, इस घर से तो अच्छी जगह नरक ही होगी। അവർ കഥകം അടച്ചു. फिर से उन्होंने दरवाजा बंद कर दिया। ഇയാൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുക. पॉल योंगिचो घर आकर फिर से प्रार्थना करने लगे। ദൈവം പറഞ്ഞു നീ സുവിശേഷം പറഞ്ഞില്ല. परमेश्वर ने कहा तूने सुसमाचार नहीं सुनाया। അടുത്ത ദിവസം അദ്ദേഹം അവിടെ ചെന്നു. तीसरे दिन फिर से उसके घर में गए। അവരൊക്കെ പറഞ്ഞു എൻ്റെ കയ്യിൽ ഗുഡ് ന്യൂസ് ഉണ്ട്. उससे कहा मेरे पास तुम्हारे നീ लिए യേശുവിൽ सुसमाचार है। വിശ്വസിക്കാമെങ്കിൽ കള്ളുകുടിയനായ നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടും. तुम अगर यीशु मसीह पे विश्वास करती हो तो तुम्हारा शराबी पति उद्धार पाएगा। നിന്റെ 7 മക്കളുണ്ടല്ലോ കള്ളുകുടിയന്മാരായിട്ടുള്ളവർ, അവരെല്ലാവരും രക്ഷിക്കപ്പെടും. और तेरे जो 7 बच्चे हैं जो शराबी हैं वो भी उद्धार पाएंगे। ആ സ്ത്രീ രക്ഷിക്കപ്പെട്ടു. और इस बात पर उसने भर्ताव विश्वास किया, रक्षिकപ്പെട്ടു. उसने उद्धार पाया। 7 മക്കൾ രക്ഷിക്കപ്പെട്ടു. वो पति उद्धार पाया, 7 बेटे उद्धार പോൾ पाए। യോങ്കിച്ചോ ഈ കഥ എന്നോട് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഭയുടെ എൽഡറാണ്. आमीन। और पॉल योंगिचो ने जब ये घटना के बारे में मुझे बताया, उस समय पॉल योंगिचो पास्टर के चर्च में ये एक
प्राचीन के रूप में कार्य कर रहे അടുത്ത ക്രിസ്മസ് കഴിയുമ്പോൾ നിങ്ങളുടെ സഭയിൽ രണ്ട് हैं। ആരാധനയാകും. आमीन, आमीन। अगले इस क्रिसमस के बाद आपके चर्च में 2 सर्विस होगा। കർത്താവേ PG വർഗീസിന്റെ സ്വപ്നം ഫലിക്കണേ, നടക്കത്തില്ല. अब प्रार्थना करने लगे पास्टर PG वर्गीस का सपना पूरा करना നിങ്ങൾ नहीं होगा। നിങ്ങൾ ഓരോരുത്തരും ആത്മാക്കളെ നേടണം. आप में से हर एक व्यक्ति आत्माओं को जीतने वाला बने। ഓരോരുത്തരും ആത്മാക്കളെ നേടണം. आप में से हर एक व्यक्ति आत्माओं को जीतने वाला बने। എല്ലാവരും हर एक व्यक्ति, സകലരും सभी लोग അവള് പറഞ്ഞതുപോലെ പറയണം. जैसा उसने बोला वैसा बोलना। വിഷമിക്കണ്ട, मत डरो, എനിക്കൊരാളിനെ തന്നാട്ടെ, मुझे एक व्यक्ति को दो, എനിക്കൊരു കഴുതെ തന്നാട്ടെ, मुझे एक गधी को दो, എല്ലാം നേരെയാവും. सब कुछ कल्याण होगा। ഭാരതം സുശേഷീകരിക്കപ്പെടണമെങ്കിൽ भारत अगर सुसमाचार सुनना है तो ദൈവത്തിന് ആവശ്യം 1,00,000 രൂപയല്ല, परमेश्वर को 1 लाख रुपए की जरूरत नहीं है, ഒരാളിനെയാണ്. एक व्यक्ति की है, ഒരാളിനെയാണ്. एक व्यक्ति की ആ है। സ്ത്രീ പറയുകയാണ്, उस स्त्री ने कहा എന്റെ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്, मेरा बच्चा मरा हुआ है, എന്റെ കുഞ്ഞ് ജീവൻ മരണമെങ്കിൽ എനിക്കൊരു ഒരു മനുഷ്യനെ തരണം, എനിക്കൊരു വാഹനം തരണം. मेरा बच्चा मरा हुआ है, लेकिन अगर इस बच्चे को पुनर्जीवित होना है तो मुझे एक सेवक को देना और एक गधी को देना। നമ്മുടെ ഇന്ത്യ മരിച്ചു കിടക്കുകയാണ്. हमारा ये इंडिया मरा हुआ है। ഇതിന് ജീവൻ മരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. अगर इसको जीवित होना है तो उसके लिए हमें प्रार्थना करनी है। നമ്മൾ ഒരു കുഞ്ഞിനെ കൊടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. हम लोग ഒരു കുഞ്ഞിനെ കൊടുക്കണം. एक बच्चे को देना है। ഞാൻ ഒരിക്കൽ കുന്നംകുളത്ത് പ്രസംഗിക്കുകയാണ്. मैं एक दिन कुन्नंगुलम नाम की एक जगह में ഒരു प्रचार करने गया। 10,000 പേരുണ്ട്. लगभग 10,000 लोग वहाँ थे। എന്റെ കൺവെൻഷൻ അല്ല, ആരാണ്ടയുടെ കൺവെൻഷൻ. मेरा कन्वेंशन नहीं, किसी और व्यक्ति ने അപ്പൊ आयोजित किया। അവസാനത്തെ ദിവസം ഞാൻ ഒരു മിഷൻ ചലഞ്ച് കൊടുക്കുകയാണ്. और आखिरी दिन मैंने एक मिशन चैलेंज दिया। ആര് വടക്കേ ഇന്ത്യക്ക് പോകും? कौन उत्तर भारत में जाएगा? ഞാൻ കണ്ട ആളുകളൊക്കെ ഓ ഓ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. लोग अपने मुंह से ओ ओ बोल रहे हैं। അപ്പൊ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. तब मुझे पूरा विश्वास था ഇവിടെ 10,000 പേരിൽ ഒരു 100 പേരെങ്കിലും എഴുന്നേറ്റ് നിൽക്കും. 10,000 में कम से कम 100 लोग अपने आप को समर्पित करेंगे। ഞാൻ ചോദിച്ചു ആര് വടക്കേ ഇന്ത്യക്ക് പോകും? मैंने कहा कि कौन उत्तर भारत में जाएगा? ഒരാൾ പോലും കൈപൊക്കിയില്ല. एक व्यक्ति ने भी हाथ नहीं ऊपर किया। ഞാൻ നെഞ്ചത്ത് അടിച്ചോണ്ട് പറഞ്ഞു, मैंने अपने छाती पे हाथ लगाया। ഒരാളെങ്കിലും പോകാനില്ലയോ? क्या एक व्यक्ति भी आपके मध्य में नहीं जा सकता? കുറച്ചു പുറകിൽ ഒരു ചെറുപ്പക്കാരൻ കൈപൊക്കി. लास्ट सीट में एक जवान था, उसने अपना हाथ ऊपर വേറെ किया। ആരുമില്ല, ഒരു കൊച്ചൻ. सिर्फ एक जवान ने। ഞാൻ വിചാരിച്ചെന്നെങ്കിലും ഒരു കൊച്ചനെങ്കിലും പോകുമല്ലോ. तो मैंने कहा चलो कम से कम एक बच्चा तो हाँ किया। ഞാൻ പറഞ്ഞു മോനെ ഇനി മുമ്പോട്ട് വന്നാട്ടെ. मैंने उससे कहा बेटे तुम सामने आ जाओ। അവൻ എഴുന്നേറ്റ് നിന്നു. वो उठकर चला। അവൻ വരുക. वो आ रहा है। അവന്റെ അമ്മയും കൂടെ വന്നു. उसकी माँ भी आई। കൊണ്ടുപോയിക്കോ, इसको ले जाओ। കാശ്മീരിൽ കൊണ്ടുപോയിക്കോ, കാശ്മീരിൽ പഞ്ചാബിൽ കൊണ്ടുപോയിക്കോ, പെന്തിക്കോസിൽ ചേർത്തോ, എന്തോ വേണേലും ചെയ്തോ അവനെ കൂടെ കൊണ്ടുപോയിക്കോ. हाँ, कश्मीर में ले जाओ, पंजाब में ले जाओ, अपने साथ ले जाओ, पेंतिकोस चर्च में ले जाओ, लेकिन ले जाओ इसको यहाँ से। ഈ സ്ത്രീക്ക് ഒരു ദാസനെ വേണമായിരുന്നു. इस स्त्री को एक दास की जरूरत थी। ആരാണ് വേണ്ടിയത്? कौन चाहिए? നല്ല ആരോഗ്യമുള്ളവൻ, अच्छे आरोग्य वाला, स्वस्थ वाला, ഓടുന്നവൻ, दौड़ने वाला, പറഞ്ഞാൽ കേൾക്കുന്നവൻ, बोलने पर सुनने वाला व्यक्ति, പറയാതെ തന്നെ കേൾക്കുന്നവൻ. बिना बोले आज्ञा मानने वाला। നിങ്ങൾ ആരെ കൊടുക്കും ദൈവവേലയ്ക്ക് വേണ്ടി? आप परमेश्वर को कौन सा बेटा देंगे? കഴിവില്ലാത്തവനല്ല, क्या वो जिसमें कोई क्षमता नहीं है? കഴിവുള്ളവർ, वो जो सबसे अच्छी क्षमता है, കാലിബർ ഉള്ളവർ, जो सबसे बुद्धिमान ബുദ്ധിയുള്ളവർ, है, പരിജ്ഞാനമുള്ളവർ. जो ज्ञानी है। ഇവിടെ അടുത്ത ഒരു സ്ഥലത്തു നിന്നൊരു പ്രൊഫസർ അബി ബീഹാറിന് പോയിട്ടുണ്ട്. यहाँ बहुत ही पास रहने वाले प्रोफेसर अभी, वो बिहार के कारीगर। അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിനകത്ത് ഞാൻ ഇങ്ങനെ വായിച്ചു. उनकी एक पुस्तक में मैंने इस प्रकार पढ़ा। ഞാൻ ഈ പുസ്തകം എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. मैं इस पुस्तक को अपनी माता को डेडिकेट कर रहा हूँ। അതിന്റെ കാരണം എഴുതിയിരിക്കുന്നത് കേട്ടാ. उस पुस्तक के पहले पेज में लिखा है, उसका कारण क्या है? കോളേജ് പ്രൊഫസറായ ഞാൻ ജോലി രാജിവെക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പോകരുതെന്ന് പറയാതിരുന്ന അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. उस डेडिकेशन में इस प्रकार लिखा है, कॉलेज प्रोफेसर की नौकरी करने वाला मैं, जब मैंने अपनी माता से कहा कि मैं अपनी नौकरी छोड़ रहा हूँ, तो माता ने मुझे वहाँ रोका नहीं। ഞാൻ ഒരു പാതിരാത്രിക്ക് അമ്മയെ പോയി കണ്ടു. मैंने एक रात जाकर उस माँ से मिला। നിങ്ങൾ ആരെ കൊടുക്കും? आप किसको जाके दोगे? അടുത്തുള്ളവരെ കൊടുക്കണം, बगल वालों को देना, കഴിവുള്ളവരെ കൊടുക്കണം, सबसे क्षमता वाले को देना, പറയാതെ അനുസരിക്കുന്നവരെ കൊടുക്കണം. बिना बोले आज्ञा मानने वाले को परमेश्वर को देना। കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കും. हम अपनी आंखें बंद। ഇല്ല, എനിക്ക് ഇനിയും പ്രസംഗം വരുന്നു. मुझे और प्रचार करना है। ഞാൻ ഒരിക്കൽ കുടുംബമായിട്ട് ഒറീസയ്ക്ക് പോയി. एक बार मेरा पूरा परिवार ओडिशा में എൻ്റെ गया। മൂത്ത മോൻ അന്ന് 9 വയസ്സ്. मेरे 9 വയസ്സ്. बड़ा बेटा 9 साल का, ബ്ലസ്സൻ 5 വയസ്സ്. ब्लेसन 5 साल का। 4 കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോയി. 4 बच्चों को लेकर हम ओडिशा गए। അന്നേരം ഞാൻ അറിഞ്ഞു ഇവിടെ ഒരു ചന്തയുണ്ടെന്ന്, ഒരാഴ്ച ചന്തയുണ്ടെന്ന്. और तब मुझे पता चला कि यहाँ पर एक बाजार है जो हफ्ते में एक बार आता है। हाँ, എനിക്ക് ആഴ്ച ചന്ത വലിയ ഇഷ്ടമാണ്.
मुझे ये हफ्ते में एक बार साप्ताहिक बाजार अच्छा लगता है, അടുത്തുള്ള ആരെങ്കിലും ഒരു നേഴ്സോ ഒരു ടീച്ചറോ കാണാതിരിക്കത്തില്ല. क्योंकि उस बाजार में कोई तो पढ़ा लिखा नर्स या फिर एक व्यक्ति അപ്പോൾ आएगा, അവർക്ക് ഒരു പുസ്തകം കൊടുക്കാം. तब मैं उनको ये पढ़ा लिखा होने के कारण ये किताब दे सकता അപ്പൊ हूँ. ഞാനും ലില്ലിയും മക്കളും കൂടെ നടന്നു പോയി. तब मैं, लिली और मेरे बच्चे चलकर उस बाजार എനിക്ക് में गए. ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ വയലിൽ കൂടെ നടന്നു പോകുന്നത്. हम लोग वो निर्जन प्रदेश से चलकर जा रहे थे. ഞാൻ ആ മുമ്പേ നടക്കുന്നത്, ഞാൻ ഒത്തിരി സ്പീഡിൽ നടക്കുന്നവൻ. मैं बहुत स्पीड में चलता हूँ, इसलिए मैं सबसे आगे था. അവിടെ ചെന്നപ്പോൾ വലിയൊരു ആൾക്കൂട്ടം. वहां पर देखा तो बहुत बड़ी भीड़ थी. ആഴ്ച ചന്തയാണ്. वो साप्ताहिक एक बाजार था. ഞാനൊരു കല്ലിന്റെ മേളിൽ കയറി നിന്നു. मैं एक पत्थर के ऊपर खड़ा हो गया ഞാൻ 4 വശത്തോട്ട് നോക്കി. और मैंने चारों ओर देखा ഞാൻ വികാരഭരിതനായി. और मैं बहुत भावुक हो गया. ഞാൻ ലില്ലിയുടെ പറഞ്ഞു, ലില്ലി ഇങ്ങ് കയറി വന്നേ. मैंने लिली से कहा कि तुम इस ഇവിടെ चट्टान पे चढ़ जाओ. ഒന്ന് നോക്കിക്കേ എത്ര പേര് കാണും. लिली से पूछा इस चट्टान में चढ़ के देखो कि यहाँ कितने लोग हैं. ലില്ലി നോക്കിയിട്ട് പറഞ്ഞു 1000 പേര് കാണും. लिली ने कहा कि कम से कम 1000 लोग यहाँ पर ഞാൻ हैं. ചോദിച്ചു എത്ര സ്ത്രീകൾ കാണും, എത്ര പുരുഷന്മാർ കാണും. मैंने उससे कहा कि यहाँ पर कितनी स्त्री और कितने पुरुष लोग हैं. പറഞ്ഞു 750 സ്ത്രീകൾ കാണും, 250 പുരുഷന്മാർ കാണും. उसने कहा 750 स्त्रियां हैं और 250 पुरुष हैं. അരയ്ക്ക് മേളിൽ വസ്ത്രമുള്ള ഒരൊറ്റ പുരുഷനില്ല. अ, ज- कमर के ऊपर वस्त्र पहना एक भी पुरुष नहीं था. കോണാ പൈൻ കെ ചലത്തെ थे കൗവീന ഉടുത്തുകൊണ്ട് നടക്കുന്ന മനുഷ്യർ. ആ, लंगोटी पहन के चलते थे. ആ ലങ്കോട്ടി ഒന്നും മുഴുവനില്ല കേട്ടോ, ഇച്ചിരേ ഉള്ളൂ, എൻ്റെ അറ്റേ ഉള്ളൂ. സ്ത്രീകള് മാറിന് മേളിൽ നിറച്ചിട്ടുള്ളത്. ഞാൻ ലില്ലിയൊക്കെ ചൊല്ലി എത്ര സ്ത്രീകൾ കാണും ഒരു ബ്ലൗസ് ഉള്ളവർ. और ब्लाउज पहनी स्त्री कितनी है, मैंने लिली से पूछा. ലില്ലി തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു 3 പേരേ ഉള്ളൂ. और लिली ने पूरा देखकर कहा सिर्फ 3 स्त्रियां हैं. എനിക്ക് ദാരിദ്ര്യത്തോടൊരു ദേഷ്യമുള്ള വ്യക്തിയാണ്. मैं एक व्यक्ति हूँ जो दरिद्रता से घृणा करता हूँ. ഞാൻ വിചാരിച്ച ഒരു ഫോട്ടോ എടുക്കാം. मैंने भी सोचा कि एक फोटो लेगा. അന്ന് എൻ്റെ കയ്യിൽ ആരാണ്ട് തന്ന ഒരു മിനോൾട്ട ക്യാമറ ഉണ്ട്. मेरे पास किसी ने गिफ्ट दिया था एक मिनोल्टा कैमरा. ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. मैंने देखा एक स्त्री वहाँ बैठी हुई है. അവള് കാല് രണ്ടും അകത്തി വെച്ചിട്ട് ഒരു കൊട്ട ഇങ്ങനെ പിടിച്ചിരിക്കും, ആരും സാധനം അടിച്ചോണ്ട് പോകാതിരിക്കാൻ. वो जमीन पे बैठी हुई है और उसने अपना पैर यू स्प्रेड करके रखा है. उसके बीच में एक टोकरी रखी है ताकि कोई छीन कर ना ले जाए, उसको पकड़ी हुई है. മേളിലോട്ടൊന്നും ഇല്ല. उसने वस्त्र कुछ नहीं पहने ഉടുത്തിരിക്കുന്ന ലുങ്കിയുടെ ഒരു അറ്റം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. और वो जो लुंगी उसने नीचे पहना था उसी का एक भाग ऊपर डाला है. കാണേണ്ടതും കാണാൻ പാടില്ലാത്തതും എല്ലാം വളരെ ഈസി ആയിട്ട് കാണാം. और वो सब कुछ उसका शरीर दिख रहा था. ഞാൻ വളരെ അടുക്കലോട്ട് ചെന്നു. मैं उसके पास गई. ആ ക്യാമറ ഞാൻ സെറ്റ് ചെയ്തു. मैंने वो कैमरा सेट किया. നല്ലൊരു ഫോട്ടോ. मैंने एक अच्छा फोटो लिया. എൻ്റെ മാസികയ്ക്ക് കൊള്ളാം. वो मेरे मासिका में डालने के लिए ഞാൻ अच्छा തിരികെ है. വന്നു. मैं वापस आया. ലില്ലി എൻ്റെ ഒക്കെ പറഞ്ഞു നല്ലൊരു ഫോട്ടോ കിട്ടി. मैंने लिली से कहा अच्छा फोटो लिया. ഞാനൊന്ന് കരഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു കൊച്ചേ ഞാൻ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി. मैंने कहा कि मैंने वो फोटो क्लिक नहीं किया. എന്താ? वो लिली ने पूछा ഞാൻ क्यों? പറഞ്ഞു ആ സ്ത്രീ ഒന്ന് നോക്കിയാട്ടെ. तुम उस स्त्री को देखो. ഇച്ചിരി തുറന്ന് പറയാൻ പോവാ. मैं खुले रीति से बोल रहा हूँ. അവള് കല്യാണം കഴിച്ചതല്ല, उसने शादी नहीं की है. കല്യാണത്തിന്റെ അടയാളമില്ല. शादी नहीं की है. അവിടെ നെഞ്ച് നോക്കിയാൽ അറിയാം ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. अगर उसको देखा जाए तो हमें समझ में आता है कि उसे बहुत लोगों ने पीड़ित किया है. ദൈവം എൻ്റെ ഒക്കെ ചോദിച്ചു നിനക്ക് അവരോട് സ്നേഹമുണ്ടോ? परमेश्वर ने मुझसे पूछा क्या तुम उनसे प्यार करते हो? ഞാൻ പറഞ്ഞു ഉണ്ട് കർത്താവേ. मैंने कहा हाँ എൻ്റെ परमेश्वर. ഒക്കെ പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരനെ അയക്ക്. क्या तुम एक सेवक को वहाँ ഞാൻ भेज सकते പറഞ്ഞു हो? അവർക്ക് സുവിശേഷമല്ല വേണ്ടിയത്, ഇച്ചിരി രൂപയാണ്. मैंने कहा परमेश्वर उनको एक सेवक की नहीं बल्कि पैसे की जरूरत है. അവള് ചിലപ്പോൾ അവിടെ ആങ്ങളെ കരയുന്നത് കണ്ടുകൊണ്ട് ഒരു പണക്കാരന് 1 രൂപയ്ക്ക് സ്വന്തം ശരീരം വിറ്റതാകണം. हो सकता है कि उसका छोटा भाई रो रहा हो खाने के लिए और उसके लिए उसने अपने शरीर को बेचा हो 1 रुपए मिलने के लिए. കർത്താവ് പറഞ്ഞൊരു വേലക്കാരനെ അയച്ചാട്ടെ. परमेश्वर ने फिर से कहा तू वहाँ एक ഞാൻ പറഞ്ഞു सेवक को കർത്താവേ भेजना. അവർക്ക് വേണ്ടിയത് ആഹാരമാണ്, मैंने कहा परमेश्वर ചില उनको आहार തുണിയാണ്, की जरूरत है, वस्त्र की ഒരു जरूरत है, ചെറ്റപ്പരയാണ്. एक छोटे घर की जरूरत ദൈവം है. പറഞ്ഞു യു ആർ റോങ്. നീ परमेश्वर ने कहा तुम गलत बोल रहे हो. അവർക്ക് ആവശ്യം ക്രിസ്തുവാണ്. उनको आवश्यकता यीशु की है. ഞാനൊരു ചെറുപ്പക്കാരനെ തയ്യാറാക്കി അവിടെ വിട്ടു. मैंने एक सेवक को तैयार करके उस ഞാൻ जगह അങ്ങ് തിരികെ भेजा പോയി. और मैं वापस चला गया. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു എഴുത്ത് കിട്ടി. 3 महीने पश्चात मुझे एक चिट्ठी ഇവിടെ मिली. എന്തോ സംഭവിക്കുന്നു. यहाँ कुछ हो रहा है. ആളുകൾക്കൊക്കെ സുവിശേഷം കേൾക്കാൻ ഒരു താല്പര്യം. लोगों को सुसमाचार सुनने की एक इच्छा जाग रही है. വേഗത്തിൽ വരണം. पास्टर आप जल्दी से आना. അങ്ങനെ കേട്ടാൽ ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതും വിട്ടുമച്ച് അങ്ങോട്ട് പോകുന്നവനാണ്. अगर कोई मुझे इस प्रकार चिट्ठी लिखे तो मैं अमेरिका जा रहा हूँ तो वो भी कैंसिल करके
करके मैं ഞാൻ അവിടെ जाऊंगा। ചെന്ന് 3 ദിവസം സുവിശേഷം പ്രസംഗിച്ചു. और 3 दिन मैंने वहाँ जाके सुसमाचार प्रचार किया അവർ 36 പേര് സ്നാനപ്പെട്ടു. और वहाँ पे 36 लोगों ने बपतिस्मा लिया। ആ പാസ്റ്റർ സ്നാനപ്പെടുമ്പോൾ ഞാൻ കരയിൽ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുകയാണ്. और जब ये पास्टर इनका बपतिस्मा दे रहा था, मैं नदी के तट में खड़े होकर डांस कर रहा था। എന്താ കാര്യം? उसका कारण क्या है? അവര് താമസിക്കുന്നത് ജീവിക്കുന്നത് ദാരിദ്ര്യത്തിലാണെങ്കിലും ഞാൻ അവരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുക. हालेलुया। वो जीवन में इस संसार में दरिद्रता में भी रह रहे हैं, लेकिन मैं उनको स्वर्ग में ले जा रहा हूँ। 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി. 5 साल के पश्चात फिर से मैं इस ആദ്യം जगह പോയത് गया। നടന്നു പോയി. पिछली बार जब मैं चल कर गया था, ആദ്യം പോയത് നടന്നു പോയി. पहली बार जब गया था तो पैदल गया രണ്ടാമത്തെ പ്രാവശ്യം പോയത് സൈക്കിളിലാണ് പോയത്. दूसरे बार जब गया तो साइकिल पे गया। മൂന്നാമത്തെ പ്രാവശ്യം പോയത് മോട്ടോർ സൈക്കിളിലാണ്. तीसरे बार जब वहाँ गया तो मोटरसाइकिल में गया। ദൈവം എനിക്കും പ്രോസ്പെരിറ്റി തരുമായിരുന്നു. परमेश्वर मुझे भी समृद्धि दे ഞാൻ रहा അവിടെ था। ചെന്നപ്പോഴേ അവിടെ 600 വിശ്വാസികളുണ്ട്. और जब इस बार मैं गया तो वहाँ 600 विश्वासी थे। മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചർച്ച്. उन्होंने मिट्टी से एक चर्च का निर्माण किया മേളിൽ ഇങ്ങനെ കുറച്ച് ഇലയൊക്കെ ഇട്ടിരിക്കുകയാണ്. और ऊपर बस थोड़े से पत्तियां हैं। അവർ സുഖമായിട്ട് ആരാധിക്കുകയാണ്. वो बहुत खुशी से वहाँ आराधना कर रहे हैं സ്വർഗം ഇറങ്ങി വന്നു. और स्वर्ग वहाँ उतर के आया। ഇതുപോലത്തെ കീക്കിയൊന്നും അല്ല വായിക്കുന്നേ. हाँ, उनके पास ऐसा वाला कीबोर्ड नहीं है, ഇതൊന്നും അല്ല. ऐसा कीबोर्ड നല്ല नहीं था। ഒന്നാന്തരം സംഗീത ഉപകരണങ്ങളുണ്ട്. उनके पास सबसे अच्छा म्यूजिकल इंस्ट्रूमेंट है। കഞ്ഞി വെക്കുന്ന ചട്ടിയും കലവും ഉണ്ട്. खाना बनाने वाला बर्तन है उनके पास, ലോട്ടായുണ്ട്. लोटा। हाँ, എല്ലാരും സ്പൂൺ വെച്ചൊക്കെ അടിയാണ്. सब लोग लोटा लेकर स्पून लगा ഞാൻ के കണ്ട് बजा रहे हैं। 2 പിള്ളേർ വയറ്റത്തടിച്ച് ആരാധിക്കുന്നു. 2 बच्चे अपने पेट में ड्रम्स मार के ഞാൻ आराधना कर കണ്ട് रहे हैं। 2 പിള്ളേർ കല്ല് വെച്ചടിക്കുന്നത്. 2 बच्चे पत्थर लेकर वो लोग आराधना कर रहे हैं। സ്വർഗം ഇറങ്ങി വന്നു. स्वर्ग वहाँ पे उतर कर आया അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്നു. और उसके बाद मैं बैठ गया। ഒന്ന് ഇരുന്നോട്ടെ, ചിലപ്പോൾ ഞാൻ ക്ഷീണിച്ചായിരിക്കും. പ്രായം കുറേ ആയില്ലയോ? ക്ഷീണിക്കുന്നെങ്കിൽ ഇരുന്നോട്ടെ. വേണ്ട പാസ്റ്ററെ, നിങ്ങൾ രണ്ടുപേരെ സമ്മതിക്കുന്നുള്ളൂ, വേറെ ആരും പറയുന്നില്ല. ഞാനങ്ങ് നിന്നോളാം. ക്ഷീണിച്ചാൽ ഇരുന്നോട്ടെ. PG വർഗീസ് ഇന്ന് വരെ ക്ഷീണിച്ചിട്ടില്ല, ക്ഷീണിക്കാൻ പ്ലാനുമില്ല. आमीन। ഹല്ലേലൂയ. ഞാനത് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. उस आराधना के बाद वहाँ मैं चर्च में बैठ गया। അവിടുത്തെ എൽഡർ എഴുന്നേറ്റ് നിന്നു. वहाँ का प्राचीन उठकर खड़ा हुआ। അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, उन्होंने मुझे देख के इस प्रकार വലിയ बोला, പാസ്റ്ററെ, ഇവിടെ വന്നതിന് വളരെ നന്ദി. बड़े पास्टर आप यहाँ पर आए, बहुत बहुत धन्यवाद। 5 വർഷം മുമ്പ് നിങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് ഒരാൾക്ക് മാത്രമേ പൈജാമയുള്ളൂ, ബാക്കി എല്ലാവരും ലങ്കോട്ടി ഇട്ടുകൊണ്ട് നടക്കുകയാണ്. जब 5 साल पहले आप यहाँ पर आए थे तो सिर्फ एक व्यक्ति के पास पजामा था, बाकी सब लंगोटी पहन के घूमते थे। അയാളുടെ ഭാര്യയ്ക്ക് കച്ചവടക്കാരനാക്കാം, അയാളുടെ ഭാര്യയ്ക്ക് മാത്രമേ ബ്ലൗസ് ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും ഹാഫ് നേക്കഡായിട്ട് वो നടക്കുക. एक व्यक्ति व्यापारी था, सिर्फ उसकी पत्नी के पास ब्लाउज था, बाकी किसी के पास नहीं था। ഇപ്പൊ നോക്ക്, എല്ലാ പുരുഷന്മാർക്കും പൈജാമാണ്. अब आप चारों ओर देखिए, कलीसिया में सारे पुरुषों के पास पजामा അയാൾ है। പറഞ്ഞു, എനിക്ക് 4 പൈജാമാണ്. मेरे पास तो 4 पजामा है। നോക്കിയാട്ടെ, എല്ലാ സ്ത്രീകൾക്കും ബ്ലൗസ് ഉണ്ട്. इस चर्च में चारों ओर देखिए, सब स्त्रियों को ब्लाउज है। 5 വർഷത്തിന് മുമ്പ് നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഒരൊറ്റ കുഞ്ഞിനും അണ്ടർവെയർ ഇല്ല. ഇപ്പൊ നോക്കിയാൽ എനിക്ക് കാണാം, ഞാൻ മുമ്പ് ഇരിക്കുക, എനിക്ക് കാണാം, എല്ലാവർക്കും അണ്ടർവെയർ ഉണ്ട്. आप देखिए, 5 साल पहले जब आए थे तो किसी भी बच्चे के पास अंडरवियर भी नहीं था। എൻ്റെ ആ മനുഷ്യൻ പറഞ്ഞു, और मेरे पास उस व्यक्ति ने कहा, 5 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ മിക്കവാറും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ കിടക്കെ പോകുന്നവരാണ്. और 5 साल पहले जब आप यहाँ पर आए थे तो हम में से ज्यादातर लोग एक समय का खाना भी बिना खाए सोते थे। പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് കുറഞ്ഞത് നല്ല ഒരു നേരത്തെ ആഹാരങ്ങളും കഴിച്ചിട്ട് ഞങ്ങൾ और കിടക്കാം. यहाँ 5 साल के पश्चात कम से कम एक टाइम का खाना तो हम अच्छी रीति से खाते 5 हैं। വർഷം മുമ്പ് നിങ്ങൾ വരുന്നത് വരെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ഒരു കുഞ്ഞിനെ, വർഷത്തിൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾ ബലി കഴിക്കുന്നത് പതിവാണ്. और आपके आने से पहले 5 साल पहले तक हम लोग हर वर्ष एक बच्चे का बलिदान देवी को करते थे। ആദ്യത്തെ സ്നാനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ശിശു ബലി നടന്നിട്ടില്ല. आमीन, आमीन। हमारे यहाँ पहला बपतिस्मा के पश्चात एक भी बच्चे का बलिदान नहीं चढ़ाया गया है। ഞങ്ങളുടെ അടുത്ത ഗ്രാമങ്ങളിൽ ഇപ്പോഴും ശിശു ബലിയുണ്ട്. हमारे बगल वाले गांव में अभी भी शिशुओं की बलि चढ़ाई ഞങ്ങളുടെ जाती है। ബന്ധുക്കൾ ഇപ്പോഴും ചന്തയിൽ പോകുന്നത് ലങ്കോട്ടി ഇട്ടുകൊണ്ടാണ്. अभी भी हमारे जो रिश्तेदार बाजार में जाते हैं वो लंगोटी पहन के जाते हैं। ഞങ്ങളുടെ ദൈവം, നിങ്ങൾ 5 വർഷം മുമ്പ് ഞങ്ങളെ പരിചയപ്പെടുത്തിയ ദൈവം ഞങ്ങൾക്ക് പ്രോസ്പെരിറ്റി തന്നിരിക്കുന്നു. आमीन। और जिस परमेश्वर से आपने 5 साल पहले हमारा परिचय कराया, उसने हमें समृद्धि दी है। പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു.
यकायक मुझे एक बात की याद आ रही है। ഗംഗാ നദി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നദിയാണ്. गंगा नदी मुझे बहुत ही पसंद है। ഞാൻ കൂടെ കൂടെ ഗംഗാ നദിയുടെ അടുക്കൽ പോകാറുണ്ട്. मैं बीच बीच में गंगा नदी में जाता हूँ। തൊഴാൻ പോകുന്നതല്ല, वहाँ पर प्रार्थना करने नहीं। എനിക്ക് ആത്മഭാരം കുറവാണെന്ന് തോന്നുമ്പോൾ ആത്മഭാരം വർദ്ധിക്കാനായിട്ട് പോകുന്ന സ്ഥലമാണ്. जब भी मुझे लगता है कि मेरे आत्माओं के प्रति मेरा भार कम हो गया तो मैं वहाँ उस नदी के पास जाता हूँ। ചോദ്യം ചോദിക്കാൻ പോവാ. मैं एक प्रश्न पूछने जा रहा हूँ। ശരിയായിട്ടുള്ള മറുപടി പറയുന്നവർക്ക് എന്റെ പേന കൊടുക്കും. जो सही उत्तर देगा उसको मैं ये पेन दूंगा। ഗംഗാ നദി എവിടുന്നാ തുടങ്ങുന്നത്? ആര് പറയും? गंगा नदी का स्रोत कहाँ है? गंगा नदी का स्रोत भारती आंटी पास्टर അവിടെ ലാസ്റ്റ് ബെഞ്ച് ആരാണ്ടാണ്ട് പറഞ്ഞു. സേ ലൗഡ്ലി. പറ, തെറ്റാന്നെങ്കിലും പറ. കിട്ടിയാൽ ഒരു ആന, പോയാൽ ഒരു ചേന. എവിടെ? ഓടിവാ മോളെ. അയ്യോടി മിടുക്കി. എന്നെ കണ്ടിട്ട് ഒരു IAS കാര്യങ്ങൾ. വരാ അമ്മയും രണ്ടുപേരും പോരെ. ഗംഗോത്രി ആണോ പറഞ്ഞേ? ആണോ? വാ എന്നാ പിടി. സ്തോത്രം. IAS ആമേൻ. IPS. ഞാൻ ഒരുങ്ങിയാ വന്നിരിക്കുന്നത്. मैं तैयारी के साथ आया हूँ। ഇനിയുണ്ട്. और पेन है मेरे पास। ഗംഗോത്രി വരെ പോകാൻ പ്രയാസമാണ്. गंगोत्री के पास पहुंचना मुश्किल ഭയങ്കര है। ഐസാണ്. അതുകൊണ്ട് ഹരിദ്വാറിനപ്പുറത്തൊരു സ്ഥലമുണ്ട്. हरिद्वार के पास एक जगह है, ഞാൻ അവിടെ പോയി. मैं वहाँ पे गया। ആദ്യമായിട്ട് പോയതാണ്. पहली बार गया था। മറ്റു പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ആ സ്ഥലത്ത് പോകുന്നത്. बाकी जगहों में गया हूँ लेकिन हरिद्वार में पहली बार। ഞാൻ വികാരഭരിതനായി. मैं बहुत ही भावुक हो गया। അതിന്റെ മണൽത്തിട്ടയിൽ ഏകദേശം 300 പേര് നിപ്പുണ്ട്. वहाँ के तट पे लगभग 300 लोग खड़े हुए हैं। ഞാൻ കണ്ടു ഒരു മനുഷ്യൻ ഒരു അഗ്നികുണ്ഡത്തിന്റെ 4 വശത്തും അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് അതിന്റെ നടുക്കിരിക്കുന്നു. मैंने देखा कि एक अग्नि का कुंड बना के एक मनुष्य उसके बीच में बैठा है, അതിന്റെ ബീച്ച് बीचों बीच। ആരുടെ ദേഹമെല്ലാം പൊള്ളി അടന്നിരിക്കുക. उसका शरीर पूरा जल गया है, उसका स्किन पूरा जल गया है। എന്തിനാണ്? क्यों? वो उस अग्नि कुंड में बैठा മോക്ഷത്തിന്. है, मोक्ष प्राप्त करने के വേറൊരു മനുഷ്യനെ ഞാൻ കണ്ടു. लिए। दूसरे एक व्यक्ति को मैंने देखा, ഒറ്റക്കാലെ നിൽക്കുകയാണ്. वो एक पैरों पे खड़ा है। എഴുതി വെച്ചിട്ടുണ്ട് 23 വർഷമായിട്ട് ഒറ്റക്കാലെ നിൽക്കുകയാണ്. 23 साल से एक पैर पे खड़ा है। എന്തിനാ നിൽക്കുന്നത്? क्यों वो ऐसा खड़ा है? മോക്ഷത്തിന് വേണ്ടി. वो मोक्ष प्राप्त करना चाहता വേറൊരു മനുഷ്യനെ ഞാൻ കണ്ടു. है। दूसरे एक व्यक्ति को देखा, 13 വർഷമായിട്ട് ഒരു കൈ ഉയർത്തി പിടിച്ചിരിക്കുക. 13 साल से उसने अपना एक हाथ ऐसे लगातार ऊपर करके रखा है। ഇനി ഒരിക്കലും ആ കൈ ആർക്കും കൈ താക്കാൻ ഒക്കത്തില്ല. अब वो हाथ इस प्रकार जम गया है कि कभी भी उसको नीचे नहीं किया അങ്ങ് जा കൈ सकता। ഫ്രോസൺ ആയിപ്പോയി. वो फ्रोजन हो गया है। ഞാൻ കണ്ടു അല്ലേ. मैंने उस व्यक्ति को देखा പെട്ടെന്ന് ഞാൻ വികാരഭരിതനായി. और मैं बहुत भावुक हो गया। ഞാൻ ഒരാളിനോട് സുവിശേഷം പറയുകയായിരുന്നു. मैं एक व्यक्ति से सुसमाचार सुना ഞാൻ रहा കണ്ടു था। ആറ്റിന്റെ ആ വെള്ളം വരുന്ന ഗംഗാ നദിയുടെ വെള്ളം വരുന്നിടത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുകയാണ്. मैंने देखा कि गंगा नदी जहाँ पे बहती है उसके तट पर एक पति और पत्नी खड़े हैं। എനിക്ക് അവരുടെ മുഖം കാണാനൊക്കത്തില്ല. मैं उनका चेहरा नहीं देख पा रहा हूँ। അവർ അസ്തമിക്കുന്ന സൂര്യനെ നോക്കി നിൽക്കുകയാണ്. वो अस्त हो रहे सूरज को देख रहे हैं। അവരുടെ തലമുടിയൊക്കെ കാണുമ്പോൾ അറിയാം ഗ്രാമത്തിൽ നിന്ന് വന്ന പാവപ്പെട്ടവരാണ്. उनके बाल को देखकर समझ में आया कि ये गरीब ग्रामीण लोग हैं। ആ സ്ത്രീ കൊച്ചിന് പാല് കൊടുക്കുക. वो स्त्री अपने बच्चे को दूध दे रही है ഇങ്ങനെ കൈയടിക്കുന്നത് കാണാം. और वो से हिला रही है बच्चे को। എനിക്കറിയാം അമ്മ എന്തുവാ പറയുന്നെന്ന്. मेरे को पता है वो बच्चे से क्या कह रही है। മോനെ ഇച്ചിരൂടെ കുടിയടാ. थोड़ा और दूध पी लो। വളരെ കാര്യമായിട്ട് പാല് കുടിപ്പിക്കുക. और बहुत अच्छी तरह दूध पिला रही ആ है। ഭർത്താവ് കൊച്ചിനെ നോക്കി ഇങ്ങനെ നിൽക്കുക. और वो पति उस बच्चे को ध्यान पूर्वक देख रहा है। ഞാൻ ആ 300 പേരുടെ ഇടയിൽ അവരെ മാത്രം കണ്ടു. वहाँ 300 लोग खड़े थे लेकिन मेरा ध्यान पूरा इनकी ओर था। പെട്ടെന്ന് ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആ പുരുഷൻ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കൊച്ചിനെ വലിച്ചിങ്ങെടുത്തു. और देखता ही रहा उसके बीच में इस पुरुष ने उस स्त्री के हाथ से वो बच्चा छीन लिया 2 കവിളിലും മാറി മാറി ഉമ്മ കൊടുത്തു. और उस बच्चे को बहुत चुम्मी दी। സ്ത്രീയുടെ ഭാര്യ അടുക്കലോട്ട് കൊച്ചിനെ നീട്ടിക്കൊടുത്തു. स्त्री के पास उस बच्चे को दिया ആ കൊച്ചിന് ആ അമ്മയും ഒരു നീട്ടി ഉമ്മ കൊടുത്തു. और माँ ने भी उस बच्चे को चुम्मी दिया। ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ആ കൊച്ചിനെ പൊക്കി ഒരാൾ കൊടുത്തു. और मैं देख रहा था उसी के बीच में उस पिता ने उस बच्चे को पानी में फेंक दिया। ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു 2, 3, 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരം ആകാശത്തുകൂടെ അപ്രത്യക്ഷമായി. मैंने अपनी आंखों से देखा 3 या 4 महीने वाला बच्चा, उसको उठाकर इस प्रकार उन्होंने फेंक दिया और बच्चे की चीख सुनाई दी। എനിക്ക് കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹമാണ്. मैं बच्चों से बहुत प्यार करता हूँ।
ഞാൻ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഓടി. मैं उस बच्चे माँ के വേറെ കുറേ പേര് ഓടി വന്നു. उस व्यक्ति के पास बहुत लोग दौड़ कर आए, പക്ഷെ എല്ലാവരും അങ്ങ് തിരികെ പോയി. सब लोग वापस चले गए. കാരണം അവിടെ ഒരു വലിയ സാധാരണ പതിവാണ്. ये तो बहुत ही साधारण बात है वहाँ पर. ഞാൻ मैंने उस व्यक्ति से पूछा, ഞാൻ ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, मैं उसके पास जाके उससे पूछा, സാബ് ജി आपने क्यों ऐसा किया? मैंने कहा साथी आपने ऐसा क्यों किया, സാറേ എന്തിനാ ഇങ്ങനെ ചെയ്തത്? आपने ऐसा क्यों ആ किया. മനുഷ്യൻ മരവിച്ച് നിൽക്കുകയാണ്. वो आदमी मरा जैसा खड़ा है, അയാളുടെ ഭാര്യ തലമുടി വലിച്ചു പറിക്കുകയാണ്. उसकी पत्नी वो बाल नोच नोच के അവിടെ तोड़ रही है. കുത്തിയിരുന്ന് കരയുകയാണ്. वो वहाँ जमीन पे बैठ के रो रही है. ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, സാബ് ജി ആ കുഞ്ഞ് പെണ്ണായിരുന്നു? मैंने उनसे पूछा, साहब जी क्या वो बच्चा लड़की थे? അറിഞ്ഞോ? അല്ല, ആണായിരുന്നു. उसने कहा नहीं वो बेटा था. അതിന് അംഗഭംഗം ഉണ്ടായിരുന്നു. मैंने कहा कि क्या वो विकलांग था? ഇല്ല, നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരുന്നു. नहीं वो बहुत हृष्ट पुष्ट था. നിങ്ങൾ ദരിദ്രനാണ്, ഒരു കുഞ്ഞിനെ വളർത്താൻ സാധ്യമല്ലേ? क्या तुम्हारे पास पैसा नहीं है एक बच्चे को पालन करने का? അയാൾ പറഞ്ഞു, ഞാൻ ദരിദ്രനാണെങ്കിലും ആ കുഞ്ഞ് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രാജകുമാരനെ പോലെ വളർത്തുമായിരുന്നു. उसने कहा मैं गरीब जरूर हूँ लेकिन अगर ये बच्चा जीवित होता तो मैं उसे राजकुमार की तरह पालन करता. ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനു ഇത് ചെയ്തു? फिर मैंने कहा तुमने उस बच्चे को क्यों फेंक दिया? അയാൾ പറഞ്ഞു, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഗംഗാദേവി എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. उसने कहा 2 हफ्ते पहले गंगा देवी मेरे पत्नी के सपने में आई നിന്റെ കുഞ്ഞിനെ എനിക്ക് തരാമെങ്കിൽ നിന്റെ കുടുംബത്തിന് ഞാൻ മോക്ഷം തരാം. और गंगा देवी ने मेरी पत्नी से कहा कि अगर तुम इस बच्चे को मुझे दे देती हो तो तुम्हारे परिवार को मोक्ष मिलेगा. ഞാൻ അടുക്കള ഒരു പോഷത്വത്തിന്റെ ചോദ്യം ചോദിച്ചു. मैंने उसको एक बेवकूफ़ी भरा एक प्रश्न पूछा. നിങ്ങൾ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? मैंने उनसे पूछा आप यीशु के बारे में ഞാൻ जानते കണ്ടു हैं? അയാളുടെ കണ്ണിങ്ങനെ പോകുന്നേ. तब वो ऐसे अपनी आंखें गोल गोल करके मुझे देखने लगा. അയാൾ പറഞ്ഞു, ഇല്ല, ഏത് കടയിൽ കിട്ടും ആ മരുന്ന് വാങ്ങിക്കാൻ? उसने पूछा ये दवाई किस दुकान में मिलेगी? അയാൾ വിചാരിച്ച അയാളുടെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഏതോ മരുന്നാണെന്ന്. उसको കരയുന്ന लगा ഭാര്യ. कि यीशु एक दवाई का नाम है जो अपनी पत्नी को खरीद के देना ഞാൻ चाहिए. പറഞ്ഞു, ഞാൻ മരുന്നിനെ പറ്റി അല്ല പറഞ്ഞത്. उसने कहा मैं दवाई के ഞാൻ बारे में नहीं പറഞ്ഞു, कह रहा हूँ. ഞാൻ പറഞ്ഞു, മരുന്നിനെ പറ്റി അല്ല പറഞ്ഞത്. मैं दवाई के बारे में नहीं कह रहा हूँ. സർവശക്തനായ ദൈവം सर्वशक्तिमान തന്റെ परमेश्वर ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. अपने इकलौते पुत्र को इस पृथ्वी पे भेजा. അവൻ യാഗമായി തീർന്നു. वो हमारे लिए बलिदान बना. അവനിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ ഇനി യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. അവന്റെ യാഗം നമുക്ക് മോക്ഷം തരും. अगर उसके बलिदान पर कोई भी विश्वास करता है तो उसे कोई और यज्ञ करने की जरूरत नहीं, वो उद्धार पाएगा. ആ തലമുടി വലിച്ചു പറിച്ച് കരയുന്ന ആ സ്ത്രീ തന്റെ കൈകൾ ഉയർത്തി. और वो स्त्री जो अपने बालों को नोच रही थी उसने अपने हाथ को उठाया. എന്റെ നേരെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, उसने अपना हाथ मेरी ओर करके पूछा. ബാബുജി आपने देर क्यों किया? उसने कहा बाबूजी आपने देर क्यों, എന്തുകൊണ്ടാ താമസിച്ചു പോയത്? अब क्यों देरी से आए? അരമണിക്കൂറുടെ മുമ്പ് വന്നിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് ചിലപ്പോൾ ജീവനോടെ आप കാണുമായിരുന്നു. आधे घंटे पहले आते तो मेरा बच्चा बच जाता. ആ ഒരു ചോദ്യം എന്റെ കാലുകൾക്ക് ചിറക് തന്നിരിക്കുകയാണ്. और उसका वो सवाल मेरे पैरों को जैसे पंख दिया हुआ है. പെട്ടെന്ന് ഒറീസയിലെ ഗ്രാമത്തിലെ ഒരു ചിന്ത എനിക്ക് വന്നു. और उसी समय मुझे ओडिशा के गांव की चिंता मेरे ആദ്യത്തെ സ്നാന ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അവിടെ നരബലി നടന്നിട്ടില്ല. पहली बपतिस्मा के पश्चात वहां पर बच्चों की बलि नहीं चढ़ाई गई है. എനിക്കൊരു ആഗ്രഹം, अब मेरे अंदर एक इच्छा ഇന്ത്യയിലെ हुई. ഓരോ ഗ്രാമത്തിലും ഓരോ നല്ല സുവിശേഷം പറയുന്ന സഭയുണ്ടായിരുന്നു. भारत के एक एक गांव में एक अच्छा सुसमाचार प्रचारक होना चाहिए. എന്തുകൊണ്ടാ ഇല്ലാത്ത? क्यों नहीं है? 6 ലക്ഷം ഗ്രാമങ്ങളാണ് ഒരു ഇന്ത്യയിലുള്ളത്. 6 लाख गांव इंडिया में है. 5.5 ലക്ഷം ഗ്രാമത്തിൽ സുവിശേഷകരില്ല, ഒരു ക്രിസ്ത്യാനിയില്ല. 5.5 लाख गांव में एक विश्वासी नहीं है. എന്തുകൊണ്ടില്ല? क्यों नहीं है? നാം പോയില്ല, क्योंकि हम നാം नहीं गए, അയച്ചില്ല. हम नहीं भेजा. ആരെങ്കിലും പോയാലും 10ാം ക്ലാസ് 7 പ്രാവശ്യം തോറ്റവരാ. अगर कोई गया है तो वो 10वीं का कक्षा में 6 बार फेल हुआ. അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങ് തിരികെ വരും. वो जाकर भी कुछ दिनों बाद लौट कर आ जाते हैं. കാതലുള്ള ഒരു കുഞ്ഞിനെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാം. क्षमता वाले एक बच्चे को आप परमेश्वर के कार्य के लिए दें. ഛത്തീസ്ഗഡിലേക്ക് പോകട്ടെ, छत्तीसगढ़ में ऐसे ഹരിയാനയിലേക്ക് പോകട്ടെ, बच्चे- हरियाणा में जाएं, ഹിമാചൽ പ്രദേശിലേക്ക് പോകട്ടെ, हिमाचल प्रदेश में जाएं, ബീഹാറിലേക്ക് പോകട്ടെ, बिहार में जाएं, നാഗാലാൻഡിലേക്ക് പോകട്ടെ, नागालैंड में जाएं. എവിടെയൊക്കെ സുവിശേഷം കേട്ടിട്ടില്ലയോ അവിടെയെല്ലാം പോകട്ടെ. जहाँ जहाँ सुसमाचार नहीं सुनाया गया है उन जगहों में जाएं. ആര് പറയും? कौन कहेगा ഞാൻ പോകാം. मैं जाऊंगा? എൻ്റെ കാതലുള്ള ഒരു കുഞ്ഞിനെ, കഴിവുള്ള, ബലമുള്ള, പഠിത്തമുള്ള, വിജ്ഞാനമുള്ള, ബുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ അയക്കും. आप में से कौन कहेंगे मेरा सबसे अच्छा बच्चा जो सबसे बुद्धिमान है उसको मैं भेजूंगा?
കണ്ണുകളടയ്ക്കാൻ हम പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करेंगे, प्रार्थना करेंगे. ആര് പറയും? कौन कहेगा? ഞാനൊരു കുഞ്ഞിനെ കൊടുക്കും, मैं अपने बच्चे को ഞാൻ दूंगा. പോകും, मैं जाऊंगा. മതി സമ്പാദിച്ചത്. बहुत मैंने संपत्ति इकट्ठा ഒരു कर അബി പോയത് കാരണം 1000-10,000 ആളുകൾ ക്രിസ്ത്യാനികളായി, വിശ്വാസികളായി. एक अभी पास्टर के जाने के कारण कितने ही लोग बिहार में विश्वासी बन 10ാം ക്ലാസ് പഠിച്ച ഒരു പട്ടാളം വർഗീസ് പോയത് കൊണ്ട് 15,000 സഭകൾ വടക്കേ ഇന്ത്യയിലുണ്ടായി. 10वीं क्लास का एक पीजी वर्गीस वहां जाने के कारण कितनी सारी कलीसियाएं स्थापित हुई. നിങ്ങൾ പോകാമെങ്കിലും സംഭവിക്കും. अगर आप भी जाएंगे तो ऐसा ही होगा. ആര് പോകും? कौन जाएगा? ആര് പറയും ഞാൻ പോകും, അല്ല ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ അയക്കും? आप में से कौन कहेगा या तो मैं जाऊंगा या अपने बच्चों को भेजूंगा? ആര് പറയും ഞാൻ പോകും, आप എൻ്റെ में ഒരു से കുഞ്ഞിനെ कौन അയക്കും? कहेगा मैं जाऊंगा?